Hi all, welcome to Hans Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ യൂണിറ്റ് 3-ലെ മൊഡ്യൂൾ 1-ലെ പോർഷൻ തന്നെയാണ്. നമുക്കറിയാം ഫിനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാണ് യൂണിറ്റ് 3. അപ്പോൾ അതിൻ്റെ മൊഡ്യൂൾ 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൺവെൻഷൻ ആൻഡ് കോൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ കണ്ടു. ദെൻ അതിൻ്റെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ജസ്റ്റ് നമ്മുടെ ബേസിക് ഐഡിയാസ് ഉണ്ടല്ലോ, ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഓർത്തെടുത്താൽ മതി. എനിക്കൊന്ന് ഈ ഒരു ഏരിയയിൽ നമുക്കൊരു മിനിമം ഒരു 15 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കിട്ടും എന്നുള്ളതാണ് ഈ ഒരു മൊഡ്യൂൾ 1-ൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയകളാണ്. അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു ശ്രദ്ധയോടുകൂടി തന്നെ പഠിക്കാം. ഫസ്റ്റ് നമുക്ക് ബേസിക് ആയിട്ട് തന്നെ തുടങ്ങാം. നമുക്ക് അറിയാവുന്നവർ ഇതൊന്ന് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിട്ടോ കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ ഇതൊന്നും കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? പ്രൊവൈഡ് എ സമ്മറി ഓഫ് ദ അക്കൗണ്ട് ഓഫ് എ ബിസിനസ് എൻ്റർപ്രൈസസ്. ഒരു ബിസിനസ് എൻ്റർപ്രൈസിൻ്റെ അക്കൗണ്ട്സിൻ്റെ സമ്മറി ആണ് എന്ത് കൊടുക്കുന്നത്? ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ബാലൻസ് ഷീറ്റ്, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതിൻ്റെ അഡീഷണൽ ആയിട്ട് വരുന്ന പേരുകൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, കാരണം അതിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് നമ്മുടെ എക്സാംസിലുണ്ട്. അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ മറ്റൊരു പേരാണ് പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ബിക്കോസ് എന്തറിയാൻ വേണ്ടിയിട്ടാണ്? ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണെന്ന് കൂടെ ഓർത്ത് വെക്കാം. അതിനകത്ത് പ്രധാനമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്തൊക്കെയായിരിക്കും? അസറ്റ്, ലയബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ അല്ലേ? ഇതാണ് ശരിക്കും ബാലൻസ് ഷീറ്റ് നമ്മൾ ഷോ ചെയ്യുന്നത്. ദെൻ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അല്ലെങ്കിൽ അതിനെ മറ്റൊരു പേരിൽ വിളിക്കുന്നുണ്ട് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. മറക്കരുത്, ഏതാണ്? ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഇതിനകത്ത് കിട്ടുന്ന എന്താണ്? റിസൾട്ട്സ് ഓഫ് ഓപ്പറേഷൻ ആണ്. മറക്കരുത്, ഏതാണ്? റിസൾട്ട്സ് ഓഫ് ഓപ്പറേഷൻ. ഫിനാൻഷ്യൽ പൊസിഷൻ ആയിരുന്നു അവിടെയെങ്കിൽ ഇവിടെ കിട്ടുന്ന എന്താണ്? റിസൾട്ട്സ് ഓഫ് ഓപ്പറേഷൻ ആണ്. ഇനി ജസ്റ്റ് അതിൻ്റെ യൂസ് എന്തൊക്കെയാണ്? ഫിനാൻഷ്യൽ പൊസിഷൻ റിഫ്ലക്ട് ചെയ്യുന്നു. ദെൻ ഇതിൻ്റെ യൂസേഴ്സിന് ആരൊക്കെയാണോ ഇതിൻ്റെ യൂസേഴ്സ് ആയിട്ട് വരുന്നത് അവർക്കൊക്കെ ഈ ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് ഇതിനകത്ത് അവൈലബിൾ ആവും. Then indicators of two significant factors, namely profitability and financial soundness of business enterprises. എന്താണ്? ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന വഴി കൃത്യമായിട്ട് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി, ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റിയും ഫിനാൻഷ്യൽ സൗണ്ട്നെസ്സും ഫിനാൻഷ്യൽ പൊസിഷനും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ കുറേ അധികം യൂസസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനുണ്ട്. ദെൻ നമുക്ക് എക്സാമിന് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതാണ് 8 സ്റ്റെപ്സ് ഓഫ് അക്കൗണ്ടിങ് സൈക്കിൾ. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എന്തൊക്കെയാണ് നമ്മളുടെ അക്കൗണ്ടിങ് സൈക്കിളിനകത്ത് വരുന്ന സ്റ്റെപ്സ്? എന്താണ്? ഒന്ന്, നമ്മൾ ട്രാൻസാക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ദെൻ അതിനെ അനലൈസ് ചെയ്യുന്നു, ദെൻ ട്രാൻസാക്ഷൻസ് ജേണലിലേക്ക് റെക്കോർഡ് ചെയ്യുന്നു, ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുന്നു, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നു, എന്നിട്ട് വർക്ക്ഷീറ്റിൽ ദെൻ അനലൈസ് ചെയ്യുന്നു. മിസ്റ്റേക്സ് ഉണ്ടോ? തീർച്ചയായിട്ടും നമുക്കൊരു ഒരുപാട് ഡേറ്റാസ് എൻ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ചെറിയ മിസ്റ്റേക്സ് ഒക്കെ വരാം. അപ്പം നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കറക്റ്റ് ആക്യുറസി ഉണ്ടാവേണ്ട ആക്യുറേറ്റ് ആണെന്നാണ് നമ്മൾ നോക്കുന്നത് അല്ലേ? ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആണെങ്കിൽ ആക്യുറേറ്റ് ആണെന്നാണ് നമ്മുടെ അസംഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് ആക്യുറേറ്റ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇന്നു അഡ്ജസ്റ്റ് ജേണൽ എൻട്രി അഡ്ജസ്റ്റ് ചെയ്യുന്നു. എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ഫിക്സ് ചെയ്യുന്നു. ദെൻ ക്രിയേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ത് ചെയ്യുന്നു? ദെൻ ലാസ്റ്റ് ഫൈനലി നമ്മൾ എന്ത് ചെയ്യുന്നു? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നു, ബുക്സ് ക്ലോസ് ചെയ്യുന്നു. ഇനി അതിൻ്റെ ജസ്റ്റ് ഒരു ഫിഗറാണ്, അത് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ ട്രാൻസാക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാം, ദെൻ അതിനെ ജേണലൈസ് ചെയ്യുന്നു, ദെൻ ലെഡ്ജറിൽ എൻട്രി ചെയ്യുന്നു, ദെൻ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നു, ദെൻ അതിനെ അനലൈസ് ചെയ്യുന്നു, ദെൻ ഏതെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതിനെ അഡ്ജസ്റ്റഡ് ജേണൽ എൻട്രി ചെയ്യുന്നു, ദെൻ എറേഴ്സ് ഫിക്സ് ചെയ്യുന്നു, ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നു, ബുക്സ് ക്ലോസ് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന അക്കൗണ്ടിങ് റൂളാണ്. അക്കൗണ്ടിങ് റൂള് പഠിക്കുമ്പം കൃത്യമായിട്ട് നമ്മൾ ഈ അക്കൗണ്ട്സിനെ കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. അതായത് ഒന്നാമത്തേത് ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ് ആണ്. ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ്ങിനകത്ത് നമ്മൾ അക്കൗണ്ട്സിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പേഴ്സണൽ അക്കൗണ്ട്സും റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടും. പേഴ്സണൽ അക്കൗണ്ടിനകത്താണ് പേഴ്സണൽ അക്കൗണ്ടും റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടും. അപ്പോൾ ഈ 3 രീതിയിൽ നമ്മൾ അക്കൗണ്ടിനെ എടുത്ത് വെക്കണം. എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു ഗോൾഡൻ റൂൾ മനസ്സിലാക്കാനായിട്ട്. ഇനി ഈ ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടി പറയാം. നമ്മളിപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റമാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഇതൊക്കെ എന്താണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിൽ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ഒക്കെ വരുന്ന എവിടെയാണ്? ഡബിൾ എൻട്രിയിലാണ്. ഇപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഏത് അക്കൗണ്ട് മാത്രമേ വരത്തുള്ളൂ? ഈ പേഴ്സണൽ അക്കൗണ്ട് മാത്രമേ വരത്തുള്ളൂ. റിയലും നോമിനലിനെ അവർ എക്സ്ക്ലൂഡ് ചെയ്യുന്നു കംപ്ലീറ്റ് ആയിട്ടും. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിലാണ് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂൾ എന്താണ്? ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താണ്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. നോമിനൽ അക്കൗണ്ട് റൂൾ എന്താണ്? ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻ. ഇതാണ് റൂള്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പം ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിൽ നമ്മൾ പറഞ്ഞു 3ആയിട്ട് അക്കൗണ്ട്സിനെ ക്ലാസിഫൈ ചെയ്യണം. റിയൽ അക്കൗണ്ട്സ്, പേഴ്സണൽ അക്കൗണ്ട്സ്, നോമിനൽ അക്കൗണ്ട്സ്. റിയൽ അക്കൗണ്ട്സിനകത്ത് എങ്ങനെയാണ്? റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ദിസ് റൂൾ ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ അസറ്റ്സ് ഓഫ് ദ ബിസിനസിൻ്റെ എല്ലാ അസറ്റ്സിനുമാണ് ഈ റൂൾ ആപ്ലിക്കബിൾ ആകുന്നത്. അതായത് ക്യാഷ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫേർണിച്ചർ, ഫിക്സ്ചേഴ്സ്, ട്രേഡ് മാർക്ക്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ അസറ്റും, അത് കറണ്ട് അസറ്റ്സ് ആവാം, ഫിക്സഡ് അസറ്റ്സ് ആവാം, എല്ലാ അസറ്റും ഇതിനകത്ത് വരും. ദെൻ അവൻ്റെ റൂൾ എന്താണ്?
ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. എന്ത് ബിസിനസ്സിലേക്ക് വന്നു അതിനെ ഡെബിറ്റ് ചെയ്യുന്നു, ബിസിനസ്സിൽ നിന്ന് എന്ത് പോയി അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഫർണിച്ചർ 10,000 രൂപയ്ക്ക് ഫർണിച്ചർ പർച്ചേസ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ എന്താണ്, ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്തു അല്ലേ, അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് ഫർണിച്ചർ വന്നു. ബിസിനസ്സിലേക്ക് ഫർണിച്ചർ വന്നപ്പം ഡെബിറ്റ് ചെയ്തു. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് പോയപ്പം എന്ത് ചെയ്തു, നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഇനി രണ്ടാമത് പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂളാണ്. എന്താണ് ഇപ്പോൾ പേഴ്സണൽ അക്കൗണ്ട്? പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത് പേഴ്സൺസ്, ആർട്ടിഫിഷ്യൽ പേഴ്സൺസ്, റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺസ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് പേഴ്സണൽ അക്കൗണ്ട്സ് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ, ഈ പേരുകൾ, കമ്പനികളുടെ പേരുകൾ, ബാങ്കിൻ്റെ പേരുകൾ, ദെൻ ഇതുകൂടാതെ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഇതൊക്കെ എവിടെ വരും, ഈ പേഴ്സണൽ അക്കൗണ്ട്സിന് അത് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ റൂൾ എന്താണ്, ഡെബിറ്റ് ദ റിസീവർ, കിട്ടിയ ആളെ ഡെബിറ്റ് ചെയ്യുന്നു, കൊടുത്തയാളെ ക്രെഡിറ്റ് ചെയ്യുന്നു. അടുത്തത് നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് എന്താണ്, ദിസ് റൂൾ ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ എക്സ്പെൻസസ്, ഇൻകം ആൻഡ് ലോസസ് ആൻഡ് പ്രോഫിറ്റ് എന്നാണ്. എല്ലാ ഇൻകവും എക്സ്പെൻസും ദെൻ അതുപോലെ തന്നെ എല്ലാ ലോസും പ്രോഫിറ്റിനും ചാർജ് ഉള്ള റൂൾ ഏതാണ്, ഈ പറഞ്ഞിരിക്കുന്ന നോമിനൽ അക്കൗണ്ട്സിൻ്റെ റൂളാണ്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാലറി, വേജസ്, പർച്ചേസ്, സെയിൽസ്, കമ്മീഷൻ റിസീവ്ഡ്, റെൻറ്റ് റിസീവ്ഡ്, ഇതൊക്കെ ഇവിടെ വരുന്നതാണ്. അല്ലെങ്കിൽ റെൻറ്റ് പെയ്ഡ്, ഇങ്ങനെ വരുന്ന കാര്യങ്ങളെല്ലാം എക്സ്പെൻസ് ആൻഡ് ഇൻകം കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ ഡെബിറ്റ് ഓൾ എക്സ്പെൻസ്, എല്ലാ എക്സ്പെൻസും ലോസും എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് പ്രോഫിറ്റ്, എല്ലാ ഇൻകവും പ്രോഫിറ്റ് എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. ഇതാണ് ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മോഡേൺ റൂളിലേക്ക് പോകാം. മോഡേൺ റൂളിലേക്ക് വരുമ്പം നമുക്ക് ഈ അക്കൗണ്ട്സിനെ 5 ക്ലാസിഫൈ ചെയ്യാം. ഈ ജസ്റ്റ് ഡ്രോവിങ്സും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആവശ്യം വരുന്നില്ല ശരിക്കും പറഞ്ഞാൽ, നമ്മൾ അത് ഇതിൻ്റെ കൂടുതൽ തന്നെ ആഡ് ചെയ്തില്ലെങ്കിൽ ക്യാപിറ്റലിനകത്ത് തന്നെ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതേ ഉള്ളൂ 5 പ്രധാനമായിട്ടും അസറ്റ്, ലയബിലിറ്റി, റവന്യൂ, എക്സ്പെൻസ്, ക്യാപിറ്റൽ. ഇവിടെ ഡ്രോവിങ്സോടെ നമുക്ക് നോക്കിപ്പോം. ഡ്രോയിങ്സും നോക്കിയോ, അസറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യുമ്പം എന്ത് ചെയ്യും, നമ്മൾ ഡെബിറ്റ് ചെയ്യും, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. ഇതേ ട്രീറ്റ്മെൻറ്റ് ആണ് എവിടെയും വരുന്നത്, എക്സ്പെൻസിനും ഡ്രോവിങ്സിനും. എക്സ്പെൻസും ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. ഇനി ഡ്രോവിങ്സും ഇങ്ങനെ തന്നെയാണ്, ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. ഇപ്പോൾ ഡ്രോവിങ്സിൻ്റെ ജേർണൽ എൻട്രി എന്നാണ് വരുന്നത്, ഡ്രോവിങ്സ് അക്കൗണ്ട് അപ് ടു, ഇപ്പം ക്യാഷ് ആവാം, ഗുഡ്സ് ആവാം, എന്താ വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പം ഇത് ഒരു വ്യക്തി, ഒരു ബിസിനസ് നടത്തുന്ന വ്യക്തി, അയാൾ ബിസിനസ്സിൽ നിന്നും അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് പൈസയോ സാധനങ്ങളോ വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ ഡ്രോവിങ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കടക്കാരൻ അയാൾക്ക് ആവശ്യമുള്ള അരിയും കൂടി കടയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി, അതെന്താണ്, ഡ്രോവിങ്സ് ആണ് അല്ലേ. അപ്പോൾ എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേന് എന്ത് ചെയ്യുന്നു, ഡ്രോവിങ്സ് കൂടുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഡെബിറ്റ് ചെയ്യും. എന്താണോ എടുത്തുകൊണ്ട് പോയത് ആ സാധനം അസറ്റ് കുറയുമല്ലേ, അപ്പോൾ അത് ഗുഡ്സ് ആണെങ്കിലും ക്യാഷ് ആണെങ്കിലും കുറയുന്നു. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, അതിനെ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അസറ്റിനും അതുപോലെ എക്സ്പെൻസിനും ഡ്രോവിങ്സിനും ഒരേ റൂളാണ്. കൂടുമ്പം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യും, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. ഇനി ലയബിലിറ്റി, റവന്യൂ, ക്യാപിറ്റൽ, ഇവ ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യും, ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. ഇവിടെ നോക്കിയോ, ക്യാപിറ്റൽ, അസറ്റ്, ലയബിലിറ്റി, എക്സ്പെൻസ്, ഇൻകം. ഇനി നമുക്കിതിൻ്റെ റൂൾ നോക്കാവേ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു 5 കാറ്റഗറിയാണുള്ളത്. ഇപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അതിനകത്ത് വരുന്നത് എന്താണ്, ഓണേഴ്സിൻ്റെ ഓൾ ഓണേഴ്സ് ട്രാൻസാക്ഷനാണ് ക്യാപിറ്റലിനകത്ത് വരുന്നത്. അതായത് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡും ഡ്രോവിങ്സും, അത് ക്യാപിറ്റൽ അങ്ങോട്ട് ഇട്ടു, കുറേ വലിച്ചു, അതല്ലേ ശരിക്കും ക്യാപിറ്റലുമായിട്ട് അല്ലെങ്കിൽ ഓണേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും വരുന്നത്. ദെൻ ഓർത്ത് വെച്ചോ എന്തൊക്കെയാണ്. അപ്പം ഇവിടെ ഓൾ ഓണേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഓണേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്ത് ട്രാൻസാക്ഷൻസും ഈ പറയുന്ന ക്യാപിറ്റൽ വരാം. അപ്പം ഡെബിറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി അസറ്റ് എന്ന് പറയുന്നതിനകത്ത് എന്തൊക്കെ വരാം, എല്ലാ അസറ്റും, അത് ക്യാഷ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ഫിക്സ്ചർ, ട്രേഡ് റെസീവ്സ്, എല്ലാ അസറ്റ്സും ഇത് വരും. അസറ്റിൻ്റെ റൂൾ എന്തായിരുന്നു, ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യും, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. ഇനി അടുത്തത് റൂൾ ആപ്ലിക്കബിൾ ടു ഓൾ ലയബിലിറ്റി ഓഫ് ദ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഏതാണ്, ലയബിലിറ്റി എന്ന് പറഞ്ഞ കാറ്റഗറി. അവിടെ ഏതാണ്, ബാങ്ക് ലോൺ, മോർഗേജ് ലോൺ, ക്രെഡിറ്റേഴ്സ്, ഷോർട്ട് ടൈം ലോൺസ്, ഇതിനെല്ലാം ആപ്ലിക്കബിൾ ആയിട്ടുള്ള തിയറി എന്താണ്, ഡെബിറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. എക്സ്പെൻസിന് നമ്മൾ അസറ്റിൻ്റെ അതേ ട്രീറ്റ്മെൻ്റ് ആണ്. എക്സ്പെൻസിനകത്ത് എന്തൊക്കെ വരാം, നമ്മുടെ സാലറി, വേജസ്, റെൻറ്റ്, പർച്ചേസ്, കമ്മീഷൻ, ഇതെല്ലാം എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ എന്ത് വരുന്നുണ്ട്, എക്സ്പെൻസ് എന്ന് പറയുന്നതിനകത്ത് വരും. അതിൻ്റെ റൂൾ എന്താണ്, അസറ്റ് പോലെ തന്നെ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യും, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. ഇനി ഇൻകത്തിൻ്റെ പ്രത്യേകത എന്താണ്, ഈ റൂൾ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് എല്ലാ ഇൻകത്തിനുമാണ്. അപ്പോൾ സെയിൽസ് ആവാം, റെൻറ്റ് റെസീഡ് ആവാം, കമ്മീഷൻ റെസീഡ് ആവാം, ദെൻ നമുക്ക് എന്തെങ്കിലും ഇൻകം, ഇൻവെസ്റ്റ്മെൻറ്റിന് കിട്ടിയിരിക്കുന്ന ഇൻകം ആവാം. ഇങ്ങനെ കിട്ടിക്കുന്ന എല്ലാ ഇൻകവും നമ്മൾ എന്ത് ചെയ്യും, ഇത് ഇൻക്രീസ് ചെയ്യുമ്പം ക്രെഡിറ്റ് ചെയ്യും, ഡിക്രീസ് ചെയ്യുമ്പം ഡെബിറ്റ് ചെയ്യും. ഈ രീതിയിൽ ഓർത്ത് വെക്കുക. അപ്പോൾ ക്യാപിറ്റൽ, ദെൻ അതുപോലെ ലയബിലിറ്റി, ഇൻകം, ഇതിന് ഒരേ റൂളാണ്. ഇവർ കുറയുമ്പം ഡെബിറ്റ് ചെയ്യും, കൂടുമ്പം ക്രെഡിറ്റ് ചെയ്യും. അസറ്റും എക്സ്പെൻസും കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യും, കുറയുമ്പം ക്രെഡിറ്റ് ചെയ്യും. ഇനി ജസ്റ്റ് ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഏതെങ്കിലും ട്രാൻസാക്ഷൻ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ പർച്ചേസ് ഫർണിച്ചർ ഫോർ ₹10,000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫർണിച്ചർ എന്ന് പറയുന്നത് ഇവിടെ ഒരു അസറ്റാണ്. 10,000 എന്ന് പറയുന്ന ആ ഒരു എമൗണ്ട് അതും ഒരു അസറ്റാണ്, ക്യാഷ് എന്ന് പറയുന്ന ഒരു അസറ്റാണ് അല്ലേ. അപ്പോൾ അസറ്റിൻ്റെ റൂൾ എന്താണ്, അസറ്റ് കൂടുമ്പം, അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ചെയ്തേക്കണം അല്ലേ. ഫർണിച്ചർ എന്ന് അസറ്റ് പർച്ചേസ് ചെയ്തേക്കാണ്, പർച്ചേസ് ഇപ്പോൾ കൂടി ഇപ്പോൾ ഡെബിറ്റ് ചെയ്തു. ഇനി അസറ്റ് ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് എന്താണ്, പെയ്ഡാണ്, കൊടുത്തതാണ്. അപ്പോൾ എന്ത് ചെയ്തു, കുറയുവാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. അപ്പം റൂൾ എന്തായിരുന്നു,
ഡെബിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ഈ രീതിയിൽ നമുക്ക് ഓരോ ട്രാൻസാക്ഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ജസ്റ്റ് ഇന്ന് വേണം നിങ്ങൾ ചുമ്മാ വേണമെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. അപ്പോൾ ഇവർ ഒരെണ്ണം പറയാം, കമൻസ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ് അല്ലേ? ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ക്യാപിറ്റലും കൂടി ക്യാഷും കൂടി. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്? ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അപ്പോൾ എന്താണ്? ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാപിറ്റൽ അല്ലേ? ബാങ്ക് ആവാം, ക്യാഷ് ആവാം, ഇതിലേത് വേണമെങ്കിലും എഴുതാം. അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാപിറ്റൽ. ഈ രീതിയിലാണ് നമ്മൾ അക്കൗണ്ട്സിനെ അല്ലെങ്കിൽ നമുക്ക് ജേണൽ എൻട്രീസ് എഴുതാനായിട്ട് ഈ റൂൾ വെച്ചിട്ട് ജേണൽ എൻട്രി എഴുതാനായിട്ട് പറ്റും. ഇപ്പോൾ സമയം ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ നോക്കുന്നത് നമ്മളുടെ ആ ഒരു അക്കൗണ്ടിങ് സൈക്കിളിലെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ജേണലൈസിങ് അല്ലെങ്കിൽ ജേണൽ എന്ന് പറയുന്നത് എന്താണെന്നാണ്. ഫസ്റ്റ് വൺ എന്നാണ് ജേണൽ. ജേണൽ എന്ന് പറഞ്ഞാണ് ഇറ്റ്സ് എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി, പ്രൈമറി എൻട്രി. ആദ്യം നമ്മൾ എൻട്രി ചെയ്യുന്നത് അല്ലേ? നമ്മളൊരു ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ കൊണ്ട് എൻട്രി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ഈ ജേണലാണ്. ഒറിജിനൽ എൻട്രി അല്ലെങ്കിൽ പ്രൈമറി എൻട്രി എന്നൊക്കെ പറയും. നമ്മൾ ഫസ്റ്റിലെ കൊണ്ട് എഴുതുന്നത്. അപ്പോൾ ജേണൽ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്ന ജോ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് വേർഡിൽ നിന്നാണ്. അതിൻ്റെ മീനിങ് ഡെയിലി റെക്കോർഡ് എന്നാണ്. അപ്പോൾ തന്നെ മനസ്സിലായല്ലോ, ഓരോ ദിവസത്തെയും കാര്യങ്ങൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുന്ന സ്ഥലമാണ് ജേണൽ എന്ന് പറയുന്നത്. അവിടെ എഴുതി വെച്ചേക്കുന്നത് ഓരോ ദിവസവും എഴുതി വെച്ചതിനെ കൃത്യമായിട്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ എൻ്റർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ കംപ്ലീറ്റ് റെക്കോർഡായിട്ട് കിട്ടുന്നത് എവിടെയാണ്? ലെഡ്ജറിലാണ്. എന്താണ് ഒരു ലെഡ്ജർ എന്ന് പറയുമ്പോൾ എന്താണ്? എ കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് കമ്പനീസ് ട്രാൻസാക്ഷൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഡോക്യുമെൻറ്റിംഗ് ചേഞ്ചസ് ടു അസറ്റ്, ലയബിലിറ്റി, ഇക്വിറ്റി, എക്സ്പെൻസ് ആൻഡ് റവന്യൂ എന്നാണ്. ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസിൻ്റെ കംപ്ലീറ്റ് റെക്കോർഡാണ് എവിടെ കിട്ടുന്നത്? ലെഡ്ജറിൽ കിട്ടുന്നത്. ജേണലോ ഡെയിലി റെക്കോർഡ്. അടുത്തത് ട്രയൽ ബാലൻസ്. അപ്പം ജേണൽ കഴിഞ്ഞു, ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്തു. ഈ പോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ട്രയൽ ബാലൻസ്. അതിന് 2 കോളം, ഡെബിറ്റും ക്രെഡിറ്റും. അപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആണെങ്കിൽ അത് കറക്റ്റ് ആണെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. എ സ്റ്റേറ്റ്മെൻറ്റ് ദറ്റ് കീപ്പ് എ റെക്കോർഡ് ഓഫ് ദ ഫൈനൽ ലെഡ്ജർ ബാലൻസ് ഓഫ് ഓൾ അക്കൗണ്ട് ഇൻ ബിസിനസ്. നമ്മുടെ ലെഡ്ജർ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ ആയിട്ടുള്ള ബാലൻസിനെ മുഴുവനും കൂടെ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റിൽ എഴുതേണ്ടത് ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റിൽ എഴുതേണ്ടത് ക്രെഡിറ്റ് സൈഡിലും എഴുതി നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും. ട്രയൽ ബാലൻസ് എപ്പോഴും ഇയർ എൻഡിലായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റും ഒക്കെ ഈ പറയുന്ന ട്രയൽ ബാലൻസിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മളറിയാം, നമ്മളൊരു അക്കൗണ്ട്സ് ചെയ്യുമ്പോൾ നമുക്ക് ട്രയൽ ബാലൻസ് ആണ് തരുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞിരിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് യൂസ് ചെയ്യാം. ദെൻ മാത്തമാറ്റിക്കൽ ആക്യുറസി, അതായത് ഓൾറെഡി ലെഡ്ജറിൽ എൻട്രി ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോ? ഇപ്പം ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആകുന്നില്ലെങ്കിൽ അവിടെ മിസ്റ്റേക്സ് ഉണ്ട് അല്ലേ? കാരണം ഡബിൾ എൻട്രി സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഡെബിറ്റിന് ഈക്വൽ ആയിട്ടുള്ള ക്രെഡിറ്റ് ഉണ്ട്, ക്രെഡിറ്റിന് ഈക്വൽ ആയിട്ടുള്ള ഡെബിറ്റും ഉണ്ട്. അപ്പോൾ ഇത് ഓക്കെ ആകുന്നില്ല, ഇതിന് എറേഴ്സ് ഉണ്ടെങ്കിൽ എവിടെയോ മിസ്റ്റേക്സ് ഉണ്ടെന്നുള്ളതാണ്. അവിടെ പോയി വീണ്ടും എന്ത് ചെയ്യണം? അത് ക്ലിയർ ചെയ്യേണ്ടി വരും. ദെൻ ഇത് ജസ്റ്റ് ഒരു ട്രയൽ ബാലൻസ് ആണ്. അപ്പം നോക്കി ഇവിടെ ടോട്ടൽ എമൗണ്ട് കണ്ടോ? ടോട്ടൽ എമൗണ്ട് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആണ്. അപ്പോൾ ഇത് ട്രയൽ ബാലൻസ് ഓക്കെ ആണെന്നാണ് നമ്മൾ ഇത് ഒരു അസംഷൻ. ഇനി പലപ്പോഴും നമുക്കൊരു ഡൗട്ടാണ്, എങ്ങനെയാണ് ഈ ട്രയൽ ബാലൻസിനകത്ത് ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ എൻ്റർ ചെയ്യുന്നത്? അപ്പോൾ അതിന് ജസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു ക്വസ്റ്റൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നീടാണെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആവുന്നതായിട്ട് ആഡ് ചെയ്യുവാണ്. അതിന് പറ്റിയ നിമോണിംസ് ആണ് ഡെഡ് ക്ലിക്ക് എന്നുള്ളത്. അതായത് ഡെബിറ്റ് എക്സ്പെൻസസ് അസറ്റ് ഡ്രോവിങ്സ്. അസറ്റും എക്സ്പെൻസസും അസറ്റും ഡ്രോവിങ്സും എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ക്രെഡിറ്റ് ചെയ്യേണ്ട ഐറ്റംസ് എന്തൊക്കെയാണ്? ക്രെഡിറ്റ്, ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ. നമ്മൾ നേരത്തെ അക്കൗണ്ട് റൂളിൽ പഠിച്ച അതേ കാര്യം തന്നെ. അതായത് ഇവിടെ നോക്കിയേ, ഡെബിറ്റ് ചെയ്തിരിക്കുന്ന ഐറ്റംസ് കണ്ടോ? ഇതുണ്ടോ? അസറ്റ്, മോട്ടോർ കാർ, ഫർണിച്ചർ, കമ്പ്യൂട്ടേഴ്സ്, ഫിക്സഡ് അസറ്റ്, ബാങ്ക് ബാലൻസ്. അസറ്റുകളൊക്കെ എന്ത് ചെയ്തേക്കുവാണ്? ഡെബിറ്റ് ചെയ്തേക്കുവാണ്. അപ്പം റെൻറ്റ് പേയബിൾ, ക്യാപിറ്റൽ റിസർവ്, ഷെയർ ക്യാപിറ്റൽ, അങ്ങനെ ക്യാപിറ്റൽ അല്ലെങ്കിൽ ലൈബിലിറ്റി ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഡെഡ് ക്ലിക്ക് എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമ്മളുടെ ഈ ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യേണ്ടത് നമുക്ക് ഈസി ആയിരിക്കും. നെക്സ്റ്റ് വൺ, ട്രേഡിംഗ് അക്കൗണ്ട്. എന്താണ്? ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു നോ ദ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് പീരീഡ്. ഒരു അക്കൗണ്ടിങ് പീരീഡിൽ ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ട്രേഡിംഗ് ആക്ടിവിറ്റി ആർ മോസ്റ്റ്ലി റിലേറ്റഡ് ടു ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആക്ടിവിറ്റി ഇൻവോൾവ് ഇൻ ബിസിനസ്. എന്താണ് ട്രേഡിംഗ് ആക്ടിവിറ്റീസ്? അതായത് കൂടുതലായിട്ടും ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുന്ന ബിസിനസ്സിലാണ് ഈ ട്രേഡിംഗ് അക്കൗണ്ട്സ് കൂടുതൽ യൂസ്ഫുൾ ആകുന്നത്. ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് യൂസ്ഫുൾ ഫോർ ബിസിനസ് ദാറ്റ് ആർ ഡീലിംഗ് ഇൻ ദ ട്രേഡിംഗ് ബിസിനസ്. കാരണം ട്രേഡാണ് അല്ലേ? ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ബിസിനസ് സ്ഥാപനങ്ങൾക്കാണ് ട്രേഡിംഗ് അക്കൗണ്ട് യൂസ്ഫുൾ ആവുന്നത്. ദെൻ ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് കൂടുതലും ക്വസ്റ്റൻസ് വരുന്നത് ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റൻസ് ആണ്. അപ്പോൾ അതിനെ കൃത്യമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഒന്ന്, ഗ്രോസ് പ്രോഫിറ്റ്. ഇത് പലതവണ നമ്മൾ ഈ ഒരു ഏരിയയിലൂടെ കണ്ടുപോകും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഒന്ന്, ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ്. അതായത് നമ്മളുടെ ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നെറ്റ് സെയിൽസിൽ നിന്നും നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കുറച്ചാൽ മതി. ഇനി അപ്പോൾ നെറ്റ് സെയിൽസ് ആണെങ്കിലോ, നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത് ഗ്രോസ് സെയിൽസിൽ നിന്നും സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിലോ ഡിസ്കൗണ്ടോ അലവൻസസോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രോസ് സെയിൽ കിട്ടും.
ഇനി അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടും? ഓപ്പണിംഗ് സ്റ്റോക്കിനോട് കൂടി പർച്ചേസസ്, ദെൻ ഡയറക്റ്റ് എക്സ്പെൻസ് ഓൺ പർച്ചേസ് പർച്ചേസ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന ഡയറക്റ്റ് എക്സ്പെൻസസ്, അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ചാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ഇനി ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എങ്ങനെയാണ്? റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് പ്ലസ് വർക്ക് ഇൻ പ്രോഗ്രസ് വാല്യൂസ് പ്ലസ് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കോസ്റ്റ്. അതായത് ഇതാണ് ഒരു നോർമൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇതാണ് നമുക്കറിയാം. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം? റോ മെറ്റീരിയലിൻ്റെ സ്റ്റോക്ക് വരാം, വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് വരാം, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് വരാം. ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് മറ്റൊരു രീതിയിൽ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? നമ്മളുടെ സെയിൽസിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റും കുറച്ച് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും കുറച്ച് അതിനോട് കൂടെ ക്ലോസിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് കിട്ടും. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിൽസിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും കുറച്ച് ക്ലോസിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് കിട്ടും. ദെൻ അടുത്തത് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റേത്. അത് എങ്ങനെയായിരിക്കും? ഓപ്പണിംഗ് സ്റ്റോക്കിനൂടെ പർച്ചേസ് ആഡ് ചെയ്തിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ഫോർമുല കിട്ടും. ദെൻ ഇത് ഈ കാണിച്ചിരിക്കുന്ന ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഒരു ഫോമാറ്റാണ്. ഇവിടെ നോക്കിയേ, നമ്മളുടെ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, ദെൻ അതിൽ നിന്ന് റിട്ടേൺസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം. ഡയറക്റ്റ് എക്സ്പെൻസസ് ഏതൊക്കെയാണ്? ക്യാരേജ് ഇൻവേർഡ്, അത് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു അല്ലേ? ഏതാണ്? ഇവിടെ നോക്കിയേ, ഈ പറഞ്ഞിരിക്കുന്ന കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ഓൺ പർച്ചേസ്. ഈ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് എന്തൊക്കെ വരാം? ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ അകത്ത് ക്യാരേജ് ഇൻവേർഡ്സ്, ഫ്രൈറ്റ്, ഒക്ട്രോയ്, ദെൻ ഡോക്ക് ഡ്യൂ, എക്സൈസ് ഡ്യൂട്ടി, റോയൽറ്റി, മോട്ടീവ് പവർ, കോൾ, ഗ്യാസ്, വാട്ടർ, ഫാക്ടറി എക്സ്പെൻസസ്, ഇതൊക്കെ എന്ത് വരാം? ഇനി ഫാക്ടറി എക്സ്പെൻസസ് എന്ന് പറഞ്ഞ് താഴെ കിടക്കുന്നുണ്ടോ? അതിനകത്ത് ഫാക്ടറി ലൈറ്റിങ്ങും ഫാക്ടറി റെൻറ്റും റേറ്റും ഫാക്ടറി റിപ്പേഴ്സും ഒക്കെ ഇതിനകത്ത് വരാം. അപ്പോൾ ഇതെല്ലാം ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഇനി എൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരുമ്പോഴോ സെയിൽസ് റിട്ടേൺ ലെസ് ചെയ്യണം, ക്ലോസിംഗ് സ്റ്റോക്ക്, ഗ്രോസ് ലോസ്. അപ്പോൾ ഇതാണ് ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞിരിക്കുന്ന ഫോർമുലാസ് എല്ലാം മനസ്സിലാക്കി വെക്കാനായിട്ടും പറ്റും. നോക്കിയേ, അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ നെറ്റ് സെയിൽസിൽ നിന്നും എന്ത് ചെയ്താൽ മതി? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചാൽ മതി. നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാലോ ഗ്രോസ് സെയിൽസിൽ നിന്നും സെയിൽസ് റിട്ടേണും ഡിസ്കൗണ്ടും അലവൻസസും കുറച്ചാൽ നെറ്റ് സെയിൽസ് കിട്ടും. ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണെങ്കിലോ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്പണിംഗ് സ്റ്റോക്ക് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസിൽ നിന്നും ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ചാൽ മതി. ഓപ്പണിംഗ് സ്റ്റോക്ക് ആണെങ്കിലോ റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, ഇതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ദെൻ ഇനി മറ്റൊരു ഫോർമുലയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ സെയിൽസിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും കുറച്ച് ക്ലോസിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് കിട്ടും. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് ആണെങ്കിലോ ഓപ്പണിംഗ് സ്റ്റോക്കിനോട് പർച്ചേസ് ആഡ് ചെയ്ത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചാലും മതി. ദെൻ അടുത്തത് P&L അക്കൗണ്ടാണ്. ഇത് കൂടുതൽ ആ ഇക്വേഷൻ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കിയേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണ്? ദിസ് അക്കൗണ്ട് ഇസ് പ്രിപ്പയർഡ് ഇൻ ഓർഡർ ടു ഡിറ്റർമൈൻ ദ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്. ട്രേഡിംഗ് അക്കൗണ്ട് എന്തിനാണ് പ്രിപ്പയർ ചെയ്തത്? ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ്. ഇതെന്തിനു വേണ്ടിയാണ്? നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസിന് വേണ്ടിയാണ്, ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അപ്പോൾ നോക്കിയേ, ഇതിൻ്റെ ഒരു ഫോമാറ്റ് ജസ്റ്റ് നോക്കുക. അകത്ത് വരുന്ന ഐറ്റംസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കാൻ നല്ലതായിരിക്കും. സാലറി, ഓഫീസ് റെൻറ്റ്, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, ഇങ്ങനെയുള്ള എക്സ്പെൻസുകളും ദെൻ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന ഇൻകവും അതായിരിക്കും ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നോക്കിയേ, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അതായത് ഗ്രോസ് പ്രോഫിറ്റിൽ മൈനസ് എക്സ്പെൻസസ് പ്ലസ് അതർ ഇൻകം. എന്ത് ചെയ്താൽ മതി? ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മറ്റ് എക്സ്പെൻസസുകൾ കുറച്ചിട്ട് കിട്ടിയിരിക്കുന്ന മറ്റ് ഇൻകം, അതർ ഇൻകം എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല, ഇവിടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കുറച്ചിട്ട് അതർ ഇൻകം, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻകം കൂടെ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. അതായത് ഇപ്പോൾ ഇവിടെ ഈ ഒരു ഫോമാറ്റിൽ കണ്ടു കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് കിടപ്പുണ്ട്, അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന മുഴുവൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസും കുറയ്ക്കുന്നു, പ്ലസ് ഇപ്പുറം കാണിച്ചിരിക്കുന്ന ക്രെഡിറ്റ് സൈഡിലുള്ള മുഴുവൻ ഇൻഡയറക്റ്റ് ഇൻകം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ആയി. Last one, balance sheet. എന്താണ്? Balance sheet is a financial statement that reports company's asset, liability and shareholders equity. എന്താണ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇതെന്താണ് റിപ്പോർട്ട് ചെയ്യുന്നത്? കമ്പനിയുടെ അസറ്റ്, ലയബിലിറ്റി, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇക്വിറ്റി. ദെൻ ഫണ്ടമെൻ്റൽ അനലിസ്റ്റ് യൂസ് ബാലൻസ് ഷീറ്റ് ടു കാൽക്കുലേറ്റ് ഫിനാൻഷ്യൽ റേഷ്യോ. ഫിനാൻഷ്യൽ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഫണ്ടമെൻ്റൽ അനലിസ്റ്റ് എന്താണ് യൂസ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് എഴുതിക്കോണം? ബാലൻസ് ഷീറ്റാണ്. ഇനി ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ പല തവണ ചോദിച്ചിട്ടുണ്ട്, ഇതൊക്കെ തെറ്റിക്കുന്നവർ പോലും ഉണ്ട്. അസറ്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ഇക്വിറ്റി എന്ന് പറയുന്നതാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാൻ എന്തൊക്കെയാണ് അസറ്റ്? ക്യാഷ്, ഇൻവെൻട്രി, പ്രോപ്പർട്ടി, ഇങ്ങനെ വരുന്ന മുഴുവൻ അസറ്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ബിസിനസ്സിൻ്റെ ലയബിലിറ്റിക്കും ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇക്വിറ്റിക്കും ഈക്വൽ ആയിരിക്കും. ലയബിലിറ്റി എന്ന് പറയുമ്പോൾ റെൻറ്റ്, വേജസ്, യൂട്ടിലിറ്റി, ദെൻ ടാക്സ്, ലോൺ, ഇതെല്ലാം ലയബിലിറ്റി ആയിട്ട് വരാം. ദെൻ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി, ദെൻ അതിനകത്ത് റീറ്റെയിൻഡ് ഏണിങ്സ് കൂടെ വരുന്നുണ്ട് അല്ലേ? ഇതെല്ലാം കൂടെ കൂടുന്നതാണ് ഒരു ബിസിനസ്സിൻ്റെ അസറ്റ് എന്ന് പറയുന്നത്. ഇനി വീണ്ടും അത് തന്നെയാണ് ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത്. കറണ്ട് അസറ്റ് പ്ലസ് നോൺ കറണ്ട് അസറ്റ്,
ദെൻ അതുപോലെ ടോട്ടൽ ലൈബിലിറ്റി എന്ന് പറയുന്നത് കറണ്ട് ലൈബിലിറ്റി പ്ലസ് നോൺ കറണ്ട് ലൈബിലിറ്റി, ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റീറ്റെയിൻഡ് ഏർണിങ്സ്. ഇതാണ് ഒരു സിമ്പിൾ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഈ അസറ്റിന് ഈക്വൽ ആയിരിക്കും എന്ത്, ഈ ലൈബിലിറ്റിയും ഷെയർ ഹോൾഡേഴ്സിൻ്റെ ടോട്ടൽ ഇക്വിറ്റി. ദെൻ ഈ ഒരു ബാലൻസ് ഷീറ്റിൻ്റെ ഫോമാറ്റ് ആണ് പുറത്ത് വെക്കുക. ക്യാപിറ്റൽ, ദെൻ അതുപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റലിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്, ദെൻ നെറ്റ് പ്രോഫിറ്റ്, ഡ്രോവിങ്സ്, ലോങ് ടൈം ലൈബിലിറ്റി, കറണ്ട് ലൈബിലിറ്റി, ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് ലൈബിലിറ്റി സൈഡിൽ വരുന്നത്. ഇനി അസറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഫിക്സഡ് അസറ്റ്സ്, ഗുഡ് വിൽ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി എന്നൊക്കെയാണ് നമ്മുടെ ഫിക്സഡ് അസറ്റ്സ്. ദെൻ കറണ്ട് അസറ്റ് ഇതൊക്കെ ക്ലോസ് സ്റ്റോക്ക്, അക്രൂഡ് ഇൻകം, പ്രീപെയ്ഡ് എക്സ്പെൻസ്, സൺട്രി ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ്, ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് എവിടെ വരുന്നത്, ബാലൻസ് ഷീറ്റിൽ വരുന്നത്. ജസ്റ്റ് ഈ ഒരു ഫോർമാറ്റ് ഓർത്ത് വെക്കാം. ദെൻ അടുത്തത് മാർഷലിംഗ് ഓഫ് അസറ്റ് ആൻഡ് ലൈബിലിറ്റി. എന്താണ് മാർഷലിംഗ് ഓഫ് അസറ്റ് ആൻഡ് ലൈബിലിറ്റി എന്ന് പറയുന്നത്? ഇറ്റ്സ് എ പ്രോസസ് ഓഫ് അറേഞ്ചിങ് ദ ഐറ്റം ഓഫ് ബാലൻസ് ഷീറ്റ് ഇൻ എ സ്പെസിഫിക് ഓർഡർ എന്നാണ്. ഇത് നമ്മൾ അസറ്റും ലൈബിലിറ്റീസും പല രീതിയിൽ നമുക്ക് ഇതിനകത്ത് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ചിലപ്പോൾ കറണ്ട് അസറ്റ് ആദ്യം, അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് ആദ്യം, അങ്ങനെ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാണ്ട് അങ്ങനെ ചെയ്യുന്നതിനെയാണ് മാർഷലിംഗ് എന്ന് പറയുന്നത്. അതിന് 2 മെത്തേഡ്സ് ഉണ്ട്. അത് ലിക്വിഡിറ്റിയുടെ ബേസിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ലിക്വിഡ് ആയിട്ടുള്ളതും അതിൻ്റെ ബേസിൽ നമുക്ക്, അല്ലെങ്കിൽ അത് ആദ്യം വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. ദെൻ പെർമനൻസിൻ്റെ ബേസിലും, പെർമനൻ്റ് ആയിട്ടുള്ളത് ഫസ്റ്റിൽ വരുന്ന രീതിയിലും എങ്ങനെ വേണമെങ്കിൽ നമുക്കിതിനെ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ 2 മെത്തേഡാണ് ഇൻ ദ ഓർഡർ ഓഫ് ലിക്വിഡിറ്റിയും പെർമനൻസും. ഇത് ചോദിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ദെൻ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നമ്മൾ ഈ തൊട്ട് മുന്നേ നമ്മൾ ഇതിൻ്റെ ഫോമാറ്റ് പഠിച്ചപ്പം ആ കറണ്ട് അസറ്റിൻ്റെ അകത്ത് ഒരു സാധനം കിടപ്പുണ്ടായിരുന്നു, പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്നത്. ശരിക്കും എന്താണ് ഈ പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്നത്? ഓർത്ത് വെക്കുക, അതൊരു ഫിക്റ്റീഷ്യസ് അസറ്റാണ്. യഥാർത്ഥത്തിൽ ബിസിനസ്സിൻ്റെ അസറ്റ് അല്ലത്. എന്താണ്? ആർ എക്സ്പെൻസസ് ഇൻക്ലൂഡ് ഇൻ 1 അക്കൗണ്ടിങ് പീരീഡ് ആൻഡ് റിട്ടേൺ ഓഫ് ഇൻ മോർ ദാൻ 1 അക്കൗണ്ടിങ് പീരീഡ്. ഈ ഒരു വർഷം നമുക്ക് ഉണ്ടാവുന്ന ഒരു എക്സ്പെൻസ് ആവാം, പക്ഷെ നമ്മൾ ഈ ഒരൊറ്റ വർഷം കൊണ്ട് അത് റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്നില്ല. പല വർഷങ്ങൾ കൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അതായത് മോർ ദാൻ 1 അക്കൗണ്ടിങ് പീരീഡ് കൊണ്ടായിരിക്കും നമ്മൾ അതിനെ റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്നത്. ഇങ്ങനെ വരുന്നതാണ് പ്രിലിമിനറി എക്സ്പെൻസസ്, പ്രൊമോഷണൽ എക്സ്പെൻസസ്, ഡിസ്കൗണ്ട് അലൗഡ് ഓൺ ഇഷ്യൂ ഷെയർസ്, ലോസ് ഇൻക്ലൂഡ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ, അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസസ്. ഇങ്ങനെ ഹ്യൂജ് ആയിട്ട് വരുന്നൊരു എക്സ്പെൻസ്. ഇപ്പം ഷെയർ ഹോൾഡേഴ്സിന് 2 രൂപ വെച്ച് നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്താലും അതൊരു വലിയ എമൗണ്ട് ആണ്. അത് ഒറ്റ തവണ കൊണ്ട് നമുക്ക് റൈറ്റ് ഓഫ് ചെയ്ത് കളയാണ്ട് വരത്തില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന എക്സ്പെൻസിനെ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഈ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കുന്നു. ഇത് നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ മോർ ദാൻ 1 അക്കൗണ്ടിങ് പീരീഡ് എടുത്താണ് ഇതിനെ റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് പ്രൊമോഷണൽ എക്സ്പെൻസ്, പ്രിലിമിനറി എക്സ്പെൻസ്, ഡിസ്കൗണ്ട് അലൗഡ്, ദെൻ ലോസ് ഇൻക്ലൂഡ് ഇഷ്യൂ ഡിബഞ്ചർ, ഇതൊക്കെ ഈ വരുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ ഡിഫറൻസ്. ഇത് ഇത്രയും ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ ജസ്റ്റ് ഇത് പലത് കണ്ടു കഴിയുമ്പോഴാണ് എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡ് ഫോർ അക്യൂറിംഗ് അസറ്റ് ടു എൻഹാൻസ് ദ കപ്പാസിറ്റി ഓഫ് ആൻ എക്സിസ്റ്റിംഗ് അസറ്റ് ദ റിസൾട്ട്സ് ഇൻ ഇൻക്രീസിംഗ് ഇറ്റ്സ് ലൈഫ് സ്പാൻ. എന്താ പറഞ്ഞേക്കുന്നത്? അതായത് എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡ് ഫോർ അക്യൂറിംഗ് അസറ്റ്, ഒരു അസറ്റ് അക്യൂർ ചെയ്യാനായിട്ട്. ദെൻ അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അസറ്റിൻ്റെ കപ്പാസിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ലൈഫ് സ്പാൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന പൈസയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞത്. പക്ഷേ റവന്യൂ അങ്ങനെയല്ല. ഓക്കെ, മെയിൻറ്റെയിനിങ് ഡേ ടു ഡേ ആക്ടിവിറ്റി, ഓരോ ദിവസം തള്ളി നീക്കുന്നതിന് വേണ്ടി ഉണ്ടാകുന്ന എക്സ്പെൻസ് ആണെന്ത്, റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എപ്പോഴും ലോങ് ടൈം ആയിരിക്കും, റവന്യൂ എപ്പോഴും ഷോർട്ട് ടൈം പീരീഡിലേക്കായിരിക്കും. സാലറി കൊടുത്തു, റെൻറ്റ് കൊടുത്തു, അതൊക്കെ എന്താണ് ഈ ഒരു റവന്യൂ എക്സ്പെൻഡിച്ചറിന് അത് വരുന്നതാണ്. ദെൻ ഇപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് അത് വരുന്നതാണ്. ദെൻ വാല്യൂ അഡീഷൻ, എൻഹാൻസ് ദ വാല്യൂ ഓഫ് എൻ എക്സിസ്റ്റിംഗ് അസറ്റ് എന്നാണ്. നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഇവിടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ അകത്ത്. പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് എക്സിസ്റ്റിംഗ് അസറ്റിലൊരു വാല്യൂ, നമ്മളിപ്പോൾ ഇലക്ട്രിസിറ്റി ചാർജ് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഏതെങ്കിലും അസറ്റിൻ്റെ അകത്തുള്ള ഇൻക്രീസ് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ ഒരു 10,000 രൂപയ്ക്ക് ഒരു മെഷീനറി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ മെഷീനറി എന്ന് പറയുന്ന ഒരു അസറ്റ് തീർച്ചയായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി ഫിസിക്കൽ പ്രസൻസ്, അസറ്റ് ഫിസിക്കൽ പ്രസൻസ് എക്സെപ്റ്റ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഗുഡ് വിൽ എന്ന് പറയുന്ന ഇൻടാഞ്ചിബിൾ ഒക്കെ ഒഴിച്ച്, അസറ്റൊക്കെ ഒഴിച്ച്, ബാക്കി അല്ലെങ്കിൽ അങ്ങനെയുള്ള അസറ്റുകൾ ഒഴിച്ച് ബാക്കി ഏതൊരു അസറ്റ് ആണെങ്കിലും ഒരു ഫിസിക്കലി അവിടെ ഉണ്ടാവും. അത് ലാൻഡ് ആണെങ്കിലും ബിൽഡിംഗ് ആണെങ്കിലും മെഷീനറി ആണെങ്കിലും ഫർണിച്ചർ ആണെങ്കിലും ഫിസിക്കൽ പ്രസൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് എടുത്ത് കാണിക്കാൻ ഒന്നും ഉണ്ടാവണമെന്നില്ല. നെക്സ്റ്റ് ഒക്യൂറൻസ്, നോൺ റെക്കറിങ് ഇൻ നേച്ചർ. എല്ലാ ദിവസവും നമ്മൾ മെഷീനറി വാങ്ങുമോ, അല്ല എല്ലാ ദിവസവും പോയി ലാൻഡ് വാങ്ങുമോ? ഇല്ല, അത് റെക്കറിങ് അല്ല. പക്ഷേ ഈ സാലറി എല്ലാ മാസവും കൊടുക്കണം, ഇലക്ട്രിസിറ്റി ബിൽ എല്ലാ മാസവും കൊടുക്കണം, റെൻറ്റ് എല്ലാ മാസവും കൊടുക്കണം, അത് റെക്കറിങ് നേച്ചറാണ്. അവൈലബിൾ ടു ക്യാപിറ്റലൈസേഷൻ, ഇവിടെ ക്യാപിറ്റലൈസേഷനിൽ ഈ ഒരു എമൗണ്ട് അവൈലബിൾ ആണ്. പക്ഷേ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ആ ഫണ്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ദെൻ ഇമ്പാക്ട് ഓൺ റവന്യൂ, ഡു നോട്ട് റെഡ്യൂസ് ബിസിനസ് റവന്യൂ. ബിസിനസ് റവന്യൂ റെഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഇൻകത്തിൽ നിന്ന് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ബിസിനസ് റവന്യൂ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. എവിടെ? നമ്മളുടെ ഡേ ടു ഡേ ആയിട്ട് വരുന്ന നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ റവന്യൂ എക്സ്പെൻസസും അവിടെ കാണിക്കുന്നുണ്ട്.
അപ്പോൾ അത് കുറച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്. ദെൻ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്, ലോങ് ടൈം ബെനിഫിറ്റ് ആണ് ബിസിനസ്സിന് ഈ പറയുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കിട്ടുന്നത്, പക്ഷേ ഷോർട്ട് ടൈം ബെനിഫിറ്റ് ആണ് റവന്യൂ എക്സ്പെൻഡിച്ചറിന് കിട്ടുന്നത്. ദെൻ അപ്പിയർസ് ആൻ അസറ്റ് ആസ് എ അസറ്റ് ഇൻ ദ ബാലൻസ് ഷീറ്റ്, സം പോർഷൻ ഇൻ ദ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്സിൽ അതിൻ്റെ ഡിപ്രീസിയേഷനോ അങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് പ്രധാനമായിട്ട് എവിടെയാണ് വരുന്നത്, നമ്മുടെ ബാലൻസ് ഷീറ്റിലായിരിക്കും. ദെൻ ഓൾവേസ് അപ്പിയറൻസ്, ഇത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ എവിടെയും വരുന്ന എവിടെയായിരിക്കും, ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലായിരിക്കും. നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണോ നമ്മൾ ചെയ്യുന്നത്, വേറെ ഒരിടത്ത് നമ്മൾ കൊണ്ട് സാലറി ഒന്നും നമ്മൾ കാണിക്കാറില്ല. ദെൻ നമ്മൾ അപ്പോൾ ആ ഒരു ഏരിയ നമ്മൾ കഴിഞ്ഞു. അടുത്ത് നമ്മൾക്ക് എക്സാമിന് പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയാണ് ടൈപ്സ് ഓഫ് എറേഴ്സ് ഇൻ അക്കൗണ്ടിങ്. അതായത് നമ്മൾ പറഞ്ഞു, നമ്മൾ ജേർണലൈസ് ചെയ്തു, ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്തു, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തിട്ട് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ എന്താണ്, അവിടെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, പോയി കറക്റ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ പല ടൈപ്പ് മിസ്റ്റേക്സ് ഉണ്ടാവാം. ഒന്ന് എറർ ഓഫ് പ്രിൻസിപ്പിൾ, രണ്ട് ക്ലറിക്കൽ എറേഴ്സ് തന്നെ ഒമിഷൻ വരാം, കമ്മീഷൻ വരാം, കോമ്പൻസേറ്റിംഗ് എറേഴ്സും വരാം. അപ്പോൾ ഒന്നാമത് എറർ ഓഫ് പ്രിൻസിപ്പിളാണ്. എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറർ ഓഫ് പ്രിൻസിപ്പിൾ ഹാപ്പൻസ് വെൻ എ ഫണ്ടമെന്റൽ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ ഈസ് വയലേറ്റഡ് വൈൽ റെക്കോർഡിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. എന്താണ് ഇവിടുത്തെ പ്രശ്നം, നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നതല്ല, എന്താണ് ഫണ്ടമെന്റൽ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് തന്നെ ഇവിടെ വയലേറ്റ് ചെയ്തു. എന്താണ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡിംഗ് സമയത്ത് ഫണ്ടമെന്റൽ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് തന്നെ എന്ത് ചെയ്തു, ഇവിടെ വയലേറ്റ് ചെയ്തു. കാരണം ഇവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഇൻകം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടോ ഇൻകം ആയിട്ടോ ട്രീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്തായിട്ട് എടുത്തു, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് എടുത്തു. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ ചിലപ്പം റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് എടുത്തു. ഇനി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിനെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻകത്തിനെ അതായത് ഏതെങ്കിലും രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ മാറ്റി എടുക്കും. നമുക്ക് റൂൾ അറിയത്തില്ല, കാരണം ഇങ്ങനെ റൂൾ അറിയത്തില്ല. പേഴ്സണൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താണ് ആർ കൺസിഡർഡ് ആസ് ബിസിനസ് എക്സ്പെൻസസ്, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ എക്സ്പെൻസസ് പേഴ്സണൽ എക്സ്പെൻസ് ആയിട്ടോ ഒക്കെ എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇത് നമുക്കറിയാം, ഒരാൾ ഇപ്പോൾ ഒരു ബിസിനസ് മാൻ അതിൻ്റെ അകത്ത് ഡ്രോയിങ്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ട്രീറ്റ്മെൻറ്റ് ആണല്ലേ. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അറിയത്തില്ല, അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ടുള്ള അക്കൗണ്ട്സ് റൂൾസ് അറിയത്തില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന എററാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ. രണ്ടാമത് ക്ലറിക്കൽ ആയിട്ടുള്ള എറേഴ്സ്, സ്വാഭാവികമായിട്ട് നമുക്ക് സംഭവിക്കുന്നതാണ്. എറേഴ്സ് ഓഫ് ഒമിഷൻ എന്താണ്, ആൻ എറർ ഓഫ് ഒമിഷൻ ഇസ് എ ബിസിനസ് ട്രാൻസാക്ഷൻ ഓർ ഈവൻ നോട്ട് റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ബൈ മിസ്റ്റേക്ക്. അറിയാതെ എന്ത് ചെയ്തു, റെക്കോർഡ് ചെയ്തില്ല, ഈവൻ നോട്ട് റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ബൈ മിസ്റ്റേക്ക് എന്ത് ചെയ്തില്ല, റെക്കോർഡ് ചെയ്തില്ല. എറർ ഓഫ് കമ്മീഷൻ, ഒമിറ്റ് ചെയ്ത് കളഞ്ഞു, വിട്ടുപോയി. ഇനി എറർ ഓഫ് കമ്മീഷൻ ആണെങ്കിലോ, എറർ റെഫേഴ്സ് ടു ദ ട്രാൻസാക്ഷൻ റെക്കോർഡിംഗ് വിത്ത് റോങ് എമൗണ്ട് ഓർ ഇൻ ദ റോങ് അക്കൗണ്ട്. ഒന്നെങ്കിൽ അക്കൗണ്ട് മാറിപ്പോയി അല്ലെങ്കിൽ എമൗണ്ട് മാറിപ്പോയി, അതാണ് എറർ ഓഫ് കമ്മീഷൻ. ദെൻ കോമ്പൻസേറ്റിംഗ് എറർ ആണെങ്കിൽ ചെയ്തു മിസ്റ്റേക്ക് ഉണ്ട്, പക്ഷേ അപ്പുറം ഇപ്പുറം ഒക്കെ ചെയ്തു വന്നപ്പോൾ സംഭവം കറക്റ്റായിട്ട് വന്നു. എന്താണ് ദീസ് എറേഴ്സ് ഒക്യൂർ വെൻ ദ എഫക്റ്റ് ഓഫ് വൺ ട്രാൻസാക്ഷൻ ഓഫ്സെറ്റ് ദ എഫക്റ്റ് ഓഫ് അനദർ ആൻഡ് നള്ളിഫൈ ദ ഫൈനൽ എഫക്റ്റ് ഓൺ ദ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് ടോട്ടൽ വരുമ്പം ഇപ്പം 10 ലക്ഷം രൂപയാണ് ട്രയൽ ബാലൻസ് ടോട്ടലെങ്കിൽ ഡെബിറ്റും ക്രെഡിറ്റും 10 ലക്ഷം രൂപയാണ്. കാരണം ഒരേ തെറ്റ് തന്നെ എവിടെ വന്നിട്ടുണ്ട്, ഈ ഡെബിറ്റിലും ക്രെഡിറ്റിലും, അല്ലെങ്കിൽ വന്ന മിസ്റ്റേക്ക് മറ്റൊന്നിനെ നള്ളിഫൈ ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് അത് കാണാൻ പറ്റാത്ത വിധം അതിനെ എന്ത് ചെയ്തു, മറച്ച് കളഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നള്ളിഫൈ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക എന്തൊക്കെയുണ്ട്, നമ്മളുടെ എറർ ഓഫ് പ്രിൻസിപ്പിൾ ഉണ്ട്. ദെൻ അതുപോലെ തന്നെ എറർ ഓഫ് പ്രിൻസിപ്പിൾസ് എന്ന് നമുക്ക് ഇതിൻ്റെ ബേസിക് റൂൾസ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് അറിയാത്തതാണ്. ദെൻ ക്ലറിക്കൽ എറേഴ്സ് എന്ന് പറഞ്ഞാൽ ഒമിഷൻ, വിട്ടുപോയി, കമ്മീഷൻ മാറിപ്പോയി, നമ്മൾ റോങ് ആയിട്ടുള്ള എമൗണ്ട് മാറിപ്പോയി, എഴുതിയത് മാറിപ്പോയി. ദെൻ കോമ്പൻസേറ്റിംഗ് എറർ ആണെങ്കിൽ എന്താണ്, ഈ മിസ്റ്റേക്ക് വന്നു, പക്ഷെ അത് സ്വയം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്റ്റേക്സ് ഒക്കെ വന്നുകൊണ്ട് ഇത് ആ ഒരു ഇതിൽ തന്നെ എന്ത് ചെയ്തു, അത് നള്ളിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് പരസ്പരം എന്ത് ചെയ്തു, ആ മിസ്റ്റേക്കിൽ 2 മിസ്റ്റേക്സ് വന്നിരിക്കുന്നത് പരസ്പരം എന്ത് ചെയ്തു, ഓഫ്സെറ്റ് ചെയ്തു. ഇത് ഒരാൾക്ക് 1000 രൂപ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു, ഒരാൾക്ക് 1000 രൂപ കിട്ടാനുള്ളൂ, അത് 2 ഒമിറ്റ് ചെയ്തെങ്കിൽ 2ൻ്റെ എഫക്റ്റ് ഇല്ലാതായി പോയില്ലേ, അത് 2 എമൗണ്ട് എന്ത് ചെയ്തില്ല, റെക്കോർഡ് ചെയ്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു കോമ്പൻസേറ്റിംഗ് എറർ ആയിട്ട് കൺസിഡർ ചെയ്യും. ദെൻ ഇതിൻ്റെ ഒരു നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന പലപ്പോഴും ഈ ഒരു രീതിയിലാണ്, ഇമ്പാക്ട് ഓഫ് അക്കൗണ്ടിങ് എറേഴ്സ് ഓൺ ട്രയൽ ബാലൻസ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന എറേഴ്സ്, ഇപ്പോൾ എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണെങ്കിലും എറർ ഓഫ് കമ്മീഷൻ ആണെങ്കിലും ഇതിന് ട്രയൽ ബാലൻസിൽ വരുന്ന ഇമ്പാക്റ്റ് എന്താണ്. അപ്പോൾ എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അത് ഇവിടെ നോക്കി ഇത് എങ്ങനെയാണ് ആൻസർ ചെയ്തിരിക്കുന്നത് വെച്ചാൽ, ഇമ്പാക്റ്റ് ഓൺ ട്രയൽ ബാലൻസ് എഗ്രി ചെയ്യുവോ നോട്ട് എഗ്രി ചെയ്യുവോ. ഇവിടെ എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ് ഒന്നാമത്തേത് എഗ്രി ഓൺ ബോത്ത് ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഗെറ്റ്സ് റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഹൗ ദ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ ഇസ് ഓൾട്ടർ. എന്താണ് ഇത് എന്താണോ മാറ്റം വരുത്തിയിരിക്കുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന ട്രയൽ ബാലൻസ് എമൗണ്ടിൽ വ്യത്യാസം വരാം. ദെൻ എറർ ഓഫ് കംപ്ലീറ്റ് ഒമിഷൻ്റെ കേസിലാണെങ്കിൽ എന്താണ്, ഇവിടെ ബോത്ത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആർ നോട്ട് റെക്കോർഡ്, രണ്ടും റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ട്രയൽ ബാലൻസിൽ വ്യത്യാസം വരത്തില്ല. ദെൻ അടുത്തത് എറർ ഓഫ് പാർഷ്യൽ ഒമിഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും, വ്യത്യാസം വരാം. കാരണം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും എല്ലാം കളഞ്ഞിരിക്കുന്നത്, അപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും എന്ത് ചെയ്തിട്ടില്ല, ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും ഈ പറയുന്ന ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യാം. ഇനി കോമ്പൻസേറ്റിംഗ് എറർ ആണെങ്കിലോ, അത്
എന്ത് ചെയ്യത്തില്ല, അത് തീർച്ചയായിട്ടും ട്രയൽ ബാലൻസിനെ അല്ലെങ്കിൽ ട്രയൽ ബാലൻസ് നമുക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യത്തില്ല. കാരണം ഇത് സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, നള്ളിഫൈ ചെയ്യുന്നുണ്ട്. ദെൻ എറർ ഓഫ് കമ്മീഷൻ ആണെങ്കിൽ എന്താണ്, റെക്കോർഡിംഗ് റോങ് എമൗണ്ട് ഇൻ ദ കറക്റ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. എന്താണ് എറർ ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ റെക്കോർഡിംഗ് റോങ് എമൗണ്ട് ഇൻ ദ കറക്റ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. എന്താണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, റോങ് ആയിട്ടുള്ളൊരു എമൗണ്ട് ആണ് എൻ്റർ ചെയ്തേക്കുന്നത്. ദ സെയിം റോങ് അക്കൗണ്ട് എൻ്റെ ബോത്ത് സൈഡ് രണ്ടിടത്തും തെറ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, അതൊരിക്കലും ട്രയൽ ബാലൻസിൽ മിസ്റ്റേക്ക് വരുത്തുന്നില്ല. ദെൻ പോസ്റ്റിംഗ് ഇൻ കറക്റ്റ് എമൗണ്ട് ഇൻ റോങ് അക്കൗണ്ട്. എന്താണ് റോങ് അക്കൗണ്ടിലാണ് വരുത്തിയിരിക്കുന്നതെങ്കിൽ അവിടെയും എന്ത് ചെയ്യത്തില്ല, ഇവർ തമ്മിൽ ഇതെല്ലാം കറക്റ്റ് ചെയ്ത് പോവുകയാണ്. ദെൻ പോസ്റ്റിംഗ് ദ റോങ് എമൗണ്ട് ഇൻ ദ കറക്റ്റ് ലെഡ്ജർ അക്കൗണ്ട്സ്. എന്താണ് കറക്റ്റ് ലെഡ്ജർ അക്കൗണ്ടിൽ റോങ് ആയിട്ടുള്ള എമൗണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം നോക്കിയേ, മിസ്മാച്ച് ഓഫ് ദ എമൗണ്ട് ഇൻ എയ്തർ ഓൺ ദ ലെഡ്ജർ. എന്താണ് ലെഡ്ജറിൻ്റെ അകത്ത് മിസ്മാച്ച് വരുന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യും, ഇത് നമ്മളുടെ ട്രയൽ ബാലൻസിൻ്റെ അകത്ത് മിസ്റ്റേക്സ് വരും, അല്ലെങ്കിൽ അത് ഡെബിറ്റ് ക്രെഡിറ്റ് യൂക്കലാവത്തില്ല. പോസ്റ്റിംഗ് ദ സെയിം എമൗണ്ട് ടോയ്സ് ഇൻ ദ ലെഡ്ജർ. 2 പ്രാവശ്യം ഒരേ എമൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അത് ഒരിക്കലും നള്ളിഫൈ ചെയ്തൊന്നുമില്ല. ഇത് തീർച്ചയായിട്ടും എന്ത് ചെയ്യാണ്, ഈ പറഞ്ഞിരിക്കുന്ന ട്രയൽ ബാലൻസിൽ മിസ്റ്റേക്സ് വരുത്തും, അല്ലെങ്കിൽ അതിൻ്റെ എമൗണ്ടിൽ വ്യത്യാസം കാണും. റോങ് കാസ്റ്റിംഗ് ഓഫ് ദ സബ്സിഡറി ബുക്ക് റോങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതാണ് ഈ പറയുന്ന ടോട്ടലിങ്ങിലും ബാലൻസിങ്ങിലും മിസ്മാച്ച് ഉണ്ടാവും. ദെൻ ഈ രീതിയിൽ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാനായിട്ട് പറ്റും. ഇനി ഇത് നോക്കിയില്ലെങ്കിൽ നമുക്ക് ഇത് വെച്ച് തന്നെ എന്ത് ചെയ്യാൻ പറ്റും പറയാം അല്ലേ. എറർ ഓഫ് ഒമിഷൻ ആണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്തില്ല, കാരണം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇത് നമ്മൾ വിട്ട് കളഞ്ഞു അല്ലേ, അപ്പോൾ അതുകൊണ്ട് അത് ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യണമെന്നില്ല, കോമ്പൻസേറ്റിംഗ് എററും വരണമെന്നില്ല. പക്ഷേ ഇപ്പോൾ എറർ ഓഫ് കമ്മീഷൻ ആണെങ്കിൽ എന്ത് ചെയ്യാം, അത് ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യും അല്ലേ. എന്താണ് ഇത് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത് റോങ് ആയിട്ടാണെങ്കിൽ, അത് റോങ് അക്കൗണ്ടിലാണെങ്കിൽ ഇതിൻ്റെ ഒരു എഫക്റ്റ് ട്രയൽ ബാലൻസിൽ വരും. ഇത് നള്ളിഫൈ ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ എന്ത് ചെയ്യത്തില്ല, ഇതിൻ്റെ ഡെബിറ്റിലും ക്രെഡിറ്റിനും എന്ത് ചെയ്യത്തില്ല, ഇത് രണ്ടിടത്തും വരാത്തത് കൊണ്ട് അല്ലെങ്കിൽ രണ്ടിടത്തും ഒരുപോലെ ട്രീറ്റ്മെൻറ്റ് വരുന്നത് കൊണ്ട് ഇത് ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മളിതിനെ ഒന്ന് മനസ്സിലാക്കി വെക്കാനായിട്ട്. ദെൻ ഇതിൽ നിന്ന് വന്നിരിക്കുന്ന ജസ്റ്റ് ഒരു ക്വസ്റ്റൻ ഇവിടെ ഒന്ന് ആഡ് ചെയ്യുന്നുള്ളൂ, നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റൻസ് ഉണ്ട്. ദെൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ നോട്ട് എ ക്ലറിക്കൽ എറർ. എന്താണ് ക്ലറിക്കൽ എററിനകത്ത് വരുന്ന ഏതൊക്കെയാണ്, എറർ ഓഫ് ഒമിഷൻ, കമ്മീഷൻ, കോമ്പൻസേറ്റിംഗ് എറർ. എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് അറിയാത്തത് മൂലം ഉണ്ടാകുന്ന എററാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത് നമ്മൾ നോക്കുന്നത് ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷൻ എന്നൊക്കെ നമുക്കറിയാം, പലതവണ പ്രോബ്ലമായിട്ടൊക്കെ നമുക്ക് ക്വസ്റ്റൻസ് വരുന്നതാണ്. എന്താണ് ഡിപ്രീസിയേഷൻ ഓർത്ത് വെച്ചോണം, ദ വാല്യൂ ഓഫ് ദ അസറ്റ് ഗെറ്റ്സ് ഡിപ്ലീറ്റഡ് ഡ്യൂ ടു കോൺസ്റ്റന്റ് യൂസ് ഫോർ ബിസിനസ് പർപ്പസ്. ഡിപ്രീസിയേഷൻ്റെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ ഓർത്ത് വെച്ചോണം, ഏതായിരുന്നു 6 ആണ് അല്ലേ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 6 ആണ്. ദെൻ അവരുടെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ വരുമ്പോൾ 60. ദെൻ ഡിപ്രീസിയേഷൻ നോക്കിയേ, വാല്യൂ ഓഫ് ദ അസറ്റ് ഗെറ്റ്സ് ഡിപ്ലീറ്റഡ് ഡ്യൂ ടു കോൺസ്റ്റന്റ് യൂസ് ഓഫ് ബിസിനസ് പർപ്പസ്. എന്താണ് നമ്മളിങ്ങനെ ഒരു അസറ്റ് കോൺസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ, അപ്പോൾ നമ്മുടെ ഒരു ഫോൺ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ നമ്മൾ നിരന്തരം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മേടിച്ച അതേ രീതിയിലാണോ ഫോൺ ഇരിക്കുന്നത്? അല്ല, കുറേ നാൾ നമ്മൾ യൂസ് ചെയ്യുമ്പം അത് എന്ത് ചെയ്യുന്നുണ്ട്, അത് പല കാലങ്ങൾ മുൻപോട്ട് പോകുന്നുണ്ട്, അത് ഡിപ്ലീറ്റ് ചെയ്താണ് വരുന്നത്. അതാണ് ശരിക്കും ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നോൺ ക്യാഷ് ബിസിനസ് എക്സ്പെൻസ് ആണ്. നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഒന്നും പ്രത്യേകിച്ച് പോകുന്നൊന്നുമില്ല, ഫോൺ മേടിച്ചപ്പോൾ വന്ന എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ. ഓരോ മാസം നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ പൈസ ഊറ്റിക്കൊണ്ടൊന്നും പോകുന്നില്ല. പക്ഷേ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഓരോ ദിവസവും ഇതിൻ്റെ വാല്യൂ കുറഞ്ഞു വരുവാണ്. എന്തുകൊണ്ട്? ഫിസിക്കൽ ഡിറ്റീരിയോറേഷൻ, അല്ലെങ്കിൽ വെയർ ആൻഡ് ടെയർ, ഒബ്സലസൻസ്, ഇന്നാഡിക്വസി, ആക്സിഡൻറ്റ്. എന്താണ് ഇത് ഫിസിക്കലി ഇതിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന ഇതിങ്ങനെ എന്താണ് ഇതിന് തേയ്മാനമൊക്കെ വന്നും, അല്ലെങ്കിൽ ഇതിങ്ങനെ കാലഹരണപ്പെട്ടു ഒക്കെ ഇതിങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒബ്സലസൻസ് അല്ലെങ്കിൽ കാലഹരണപ്പെട്ടു പോകുന്നു. ദെൻ ഇതിപ്പോൾ ഇതിൻ്റെ ഒരു പ്രസക്തി നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് എന്താണ്, ഇതെല്ലാം ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്കാണ് നമ്മളിതിനെ കൺസിഡർ ചെയ്യുന്നത്. അടുത്തത് നമുക്ക് ഇതിനകത്ത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ടൈപ്സ് ഓഫ് ഡിപ്രീസിയേഷൻ മെത്തേഡ്. സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് അല്ലെങ്കിൽ SLM. SLM എന്ന് പറഞ്ഞാൽ എന്താണ്, എ കോൺസ്റ്റന്റ് ഡിപ്രീസിയേഷൻ. ആ വേർഡാണ് SLM, സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്. കോൺസ്റ്റന്റ് ഡിപ്രീസിയേഷൻ എമൗണ്ട് ആണ് എല്ലാ വർഷവും ചാർജ് ചെയ്യുന്നത്. ചാർജ്ഡ് എവറി ഇയർ. കോൺസ്റ്റന്റ് ഡിപ്രീസിയേഷൻ എമൗണ്ട് ഈസ് ചാർജ്ഡ് എവറി ഇയർ. ഇതിനെ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് പറയാറുണ്ട്. എന്താണ് SLM എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഡിപ്രീസിയേഷൻ എമൗണ്ട് ആണ്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒറ്റ എമൗണ്ട് ചാർജ് ചെയ്യുന്നു, ഒരു ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് ചാർജ് ചെയ്യുന്നു. ഫസ്റ്റ് കോർപ്പറേഷൻ ഹൗസ് ടു എസ്റ്റിമേറ്റ് ദ സാൽവേജ് വാല്യൂ, അല്ലെങ്കിൽ റെസിജ്വൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത് അവസാനം 10 വർഷത്തെ ലൈഫാണെങ്കിൽ ആ 10 വർഷം കഴിയുമ്പോൾ ഇതിന് എന്നാ കിട്ടും, അതാണ് സാൽവേജ് വാല്യൂ അല്ലെങ്കിൽ റെസിജ്വൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ആദ്യം ഇത് കാൽക്കുലേറ്റ് ചെയ്യും. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് പ്രിപ്പയർ ചെയ്യുന്നത്. നോക്കിയേ, ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റ്സ്. ഇപ്പോൾ നമ്മൾ വാങ്ങിയ ഫിക്സഡ് അസറ്റിൻ്റെ കോസ്റ്റ് മൈനസ് അതിന് ഈ 10 വർഷം കഴിയുമ്പോൾ എന്ത് കിട്ടും, സാൽവേജ് വാല്യൂ, ഡിവൈഡ് ബൈ യൂസ്ഫുൾ ലൈഫ് ഓഫ് ഫിക്സഡ് അസറ്റ് 10 വർഷം. ഈ രീതിയിലാണ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. ദെൻ ഇനി ഒരു എക്സാമ്പിൾ കാണുകയാണെങ്കിൽ സ്ട്രേറ്റ് ലൈൻ ഒരു എക്സാമ്പിൾ. ഇപ്പോൾ കമ്പനി ഒരു മെഷീൻ പർച്ചേസ് ചെയ്തു, അതിന്
1,00,000 അല്ലെങ്കിൽ ഡോളറാണ് പറഞ്ഞേക്കുന്നത്. $1,00,000 ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത് 20,000 ആണ്. യൂസ്ഫുൾ ലൈഫ് എന്ന് പറഞ്ഞാൽ 5 വർഷമാണ്. അപ്പോൾ 5 വർഷവും നമ്മൾ ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ എങ്ങനെയായിരിക്കും? സെയിം SLM ആണോ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ആണോ സെയിം ഡിപ്രീസിയേഷൻ ആയിരിക്കും. ഇത് അത്ര വിസിബിൾ അല്ല, ഞാൻ അവിടെ കട്ട് ചെയ്തെടുത്തുകൊണ്ട് അത്ര ക്ലാരിറ്റി ഇല്ല അതിന്. ഓക്കെ, അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു രീതിയിൽ, അതായത് നമ്മളുടെ ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ 1,00,000 ഇൻറ്റു then 1,00,000 into അതിൻ്റെ മൈനസ് സാൽവേജ് വാല്യൂ 20,000 ഡിവൈഡ് ബൈ 5 years എന്ന് പറയുന്നത് നമ്മുടെ യൂസ്ഫുൾ ലൈഫ് ഓഫ് നമ്മുടെ അസറ്റ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് 16,000 rupees നമുക്ക് ഡിപ്രീസിയേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഓരോ വർഷവും എന്ത് ചെയ്യാണ് നമ്മൾ ഒരേ ഡിപ്രീസിയേഷൻ, ഈ സെയിം എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ആയിരിക്കും ചാർജ് ചെയ്യുന്നത്. അങ്ങനെ 5 വർഷം കഴിയുമ്പോൾ 5 വർഷമാണ് അതിൻ്റെ ലൈഫായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഓർത്ത് വെച്ചോണം, എന്താണ് കോസ്റ്റ് ഓഫ് നമ്മുടെ ഇവിടെ SLMൽ എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്? കോസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റ്സ് മൈനസ് സാൽവേജ് വാല്യൂ ഡിവൈഡ് ബൈ യൂസ്ഫുൾ ലൈഫ് ഓഫ് ഫിക്സഡ് അസറ്റ്സ്. ദെൻ സെക്കൻഡ് മെത്തേഡ് റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ്. ഇവിടെ നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് അസറ്റിൻ്റെ ബുക്ക് വാല്യൂവിലായിരിക്കും. ഇതാണ് അവിടെ സ്ക്രാപ്പ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അവിടെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ, രണ്ടാമത്തെ മെത്തേഡിൽ എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ ഈ ചാർജ് ഓൺ ദ ബുക്ക് വാല്യൂ ഓഫ് അസറ്റ്. ബുക്ക് വാല്യൂവിലാണ് എന്ത് നമ്മൾ ചെയ്യുന്നത്? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. സിൻസ് ബുക്ക് വാല്യൂ കീപ്സ് ഓൺ റെഡ്യൂസിങ് ബൈ ദ ആനുവൽ ചാർട്ട് ഓഫ് ഡിപ്രീസിയേഷൻ. ഓരോ തവണയും നമ്മൾ ഡിപ്രീസിയേഷൻ കൊടുക്കുമ്പോൾ ബുക്ക് വാല്യൂയിൽ നിന്ന് ആ ഡിപ്രീസിയേഷൻ എമൗണ്ട് ഓരോ തവണയും കുറയും. അതുകൊണ്ട് ഇതിനെ നമ്മൾ റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് എന്നും പറയുന്നുണ്ട്. മറ്റൊരു പേരെന്താണ്? റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ്. കാരണം ഇപ്പോൾ നമ്മൾ 10,000 രൂപയ്ക്ക് ഒരു മെഷീനറി വാങ്ങിയെങ്കിൽ ആ ഒരു വർഷം നമ്മൾ 1,000 രൂപയാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തെങ്കിൽ നെക്സ്റ്റ് ഇയറിലാകുമ്പോൾ എന്ത് ചെയ്യണം? ആ ഡിപ്രീസിയേഷൻ കുറഞ്ഞിട്ടുള്ള എമൗണ്ടാണ് ബുക്ക് വാല്യൂയിൽ നമ്മൾ കാണിക്കുന്നത്. ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ റെഡ്യൂസ് ഇയർ ആഫ്റ്റർ ഇയർ. ഓരോ വർഷം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഡിപ്രീസിയേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും, കാരണം ബുക്ക് വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദിസ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ എ മോർ റിയലിസ്റ്റിക് അസംഷൻ. ഈ രണ്ട് മെത്തേഡിൽ കൂടുതൽ അല്ലെങ്കിൽ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള അസംഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും നമ്മൾ ആൻസർ ചെയ്യേണ്ടത്? റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡാണ്. കാരണം എന്താണ്? ദ ബെനിഫിറ്റ്സ് ഫ്രം അസറ്റ് ഗോൺ ഡിമിനിഷിങ് ഓർ റെഡ്യൂസിങ് വിത്ത് ദ പാസേജ് ഓഫ് ടൈം. ഓരോ തവണ ചെല്ലുന്തോറും സാധാരണ ഒരു നോർമലി ഒരു അസറ്റിന് എന്നാ സംഭവിക്കുന്നത്? ആ അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞാണ് വരുന്നത്. പക്ഷേ അവിടെ നമ്മൾ സ്ക്രാപ്പ് വാല്യൂ എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ കറക്റ്റ് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആണ്. കാരണം ഇപ്പോൾ നമ്മുടെ കയ്യിരിക്കുന്ന സെൽഫോൺ നമ്മൾ ഇപ്പോൾ ഒരു 20,000 rupees മേടിച്ചതായിരിക്കും. പക്ഷേ അത് നമ്മളിപ്പം ഒരു 5 വർഷത്തെ ലൈഫ് കഴിയുമ്പോഴത്തേന് അത് 20,000 പോയിട്ട് നമുക്കൊരു 2,000 രൂപ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല, അല്ലേ? അപ്പോൾ റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ് കുറച്ചുകൂടെ ആക്യുറേറ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് പറയാം. ഇനി ഇതിൻ്റെ ഇക്വേഷൻ എന്താണ്? ഡിമിനിഷിംഗ് ബാലൻസിങ് മെത്തേഡിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ആൻ അസറ്റ്. ഇപ്പോൾ 10,000 രൂപയുടെ ഫോണാണെങ്കിൽ 10,000 രൂപ ഇൻറ്റു റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. അത് ഓരോ ഫെയിമിനും അതിനനുസരിച്ച് ചാർജ് ചെയ്യാം. ഇപ്പോൾ 10% ആണെങ്കിൽ എന്ത് ചെയ്യാം? അതിൻ്റെ ലൈഫ് അനുസരിച്ച് നമുക്ക് ചാർജ് ചെയ്യാം. അപ്പോൾ 10% നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തു, ഡിവൈഡ് ബൈ 100. ഇത് കൃത്യമായിട്ട് ഓർത്തുക. തൊട്ട് മുന്നേ നമ്മൾ കണ്ടതും കൃത്യമായിട്ട് ഓർക്കുന്നതാണ്. നമ്മൾ SLM എന്തായിരുന്നു? അതോടെ ഫിക്സഡ് ആയിരിക്കും. അവിടുത്തെ ഇക്വേഷൻ ഫോർമുല എന്തായിരുന്നു? കോസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റ്. ഇവിടെയും നമ്മൾ ആദ്യം എടുക്കുന്ന കോസ്റ്റ് തന്നെയാണ്. കോസ്റ്റ് എടുത്തു, അതിൽ നിന്ന് സാൽവേജ് വാല്യൂ, അതായത് ഇത് വിൽക്കുമ്പോൾ അവസാനം നമുക്ക് എന്ത് കിട്ടും? ഇപ്പോൾ സെൽഫോൺ ആണെങ്കിൽ നമ്മൾ 20,000 രൂപയ്ക്ക് മേടിച്ചതാണ്, നമുക്ക് വിൽക്കാൻ നേരം അല്ലെങ്കിൽ 5 വർഷത്തെ ലൈഫാണ്, 5 വർഷം കഴിയുമ്പോൾ 2,000 രൂപ കിട്ടും എങ്കിലാണത് സാൽവേജ് വാല്യൂ ആണ്. സാൽവേജ് വാല്യൂ ഡിവൈഡ് ബൈ 5 വർഷം, 5 years അതിൻ്റെ യൂസ്ഫുൾ ലൈഫ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അടുത്ത മെത്തേഡ് വരുമെന്നാണ് അത് ഓർത്ത് വെച്ചോണം. റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡാണ്. ഇത് ഡിമിനിഷിംഗ് ബാലൻസിങ് മെത്തേഡ് എന്ന മറ്റൊരു പേരിൽ ഇതിനെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ റെഡ്യൂസിംഗ് ബാലൻസ് മെത്തേഡ് എന്നും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇവിടെ കോസ്റ്റ് ഓഫ് അസറ്റ് ഇൻറ്റു റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഡിവൈഡ് ബൈ 100 എന്നെടുത്ത് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓരോ തവണയും ബുക്ക് വാല്യൂവിൽ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. ദെൻ ഇതിൽ നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഒറിജിനൽ കോസ്റ്റ് ഓഫ് ആൻ അസറ്റ് ഈസ് 2 lakh. എത്രയാണ്? ഒരു അസറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 2 ലക്ഷമാണ്. ഡിപ്രീസിയേഷൻ ചാർജ്ഡ് 10% പെർ ആനം. ഒരു വർഷം 10% വെച്ചാണ് ചാർജ് ചെയ്യുന്നത്. റിട്ടൺ ഡൗൺ വാല്യൂ വെൻ ദ എമൗണ്ട് ഡിപ്രീസിയേഷൻ വിൽ ബി കമ്പ്യൂട്ടഡ്. റിട്ടൺ ഡൗൺ വാല്യൂലാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒന്നാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ എത്രയാണ്? 2 ലക്ഷം രൂപയുടെ നമ്മൾ എങ്ങനെയായിരുന്നു ഇക്വേഷൻ എന്നായിരുന്നു? അതിൻ്റെ കോസ്റ്റ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഡിവൈഡഡ് ബൈ 100. അപ്പോൾ നമ്മൾ 2 ലക്ഷം രൂപയുടെ ഒരു മെഷീനറിയാണ് വാങ്ങിച്ചിരിക്കുന്നത്, അസറ്റാണ് വാങ്ങിയിരിക്കുന്നത്. അതിന് 10% ഡിപ്രീസിയേഷൻ വെച്ച് 20,000 രൂപ ആ വർഷം നമുക്ക് എന്ത് ചെയ്തു? ഫസ്റ്റ് ഇയറിൽ ഡിപ്രീസിയേഷൻ ഉണ്ട്. ഈ വർഷത്തെ ഡിപ്രീസിയേഷൻ ആണെങ്കിൽ എത്രയായി? 20,000. ഇനി അതിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആകുമ്പോൾ നെക്സ്റ്റ് ഇയറിൽ നമുക്ക് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 2 ലാഖിൽ നിന്ന് 20,000 കുറച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബുക്ക് വാല്യൂ എൻ്റർ ചെയ്യുന്നത്. 1,80,000 ഉള്ളൂ. നെക്സ്റ്റ് ഇയറിൽ ഡിപ്രീസിയേഷൻ ഇനി കണ്ടോ, സെക്കൻഡ് ഇയറിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന ഏത് എമൗണ്ടിനാണ്? SLM ആണെങ്കിൽ ഈ 2 lakhന് തന്നെയായിരുന്നു. പക്ഷേ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് വരുമ്പം എങ്ങനെയായിരിക്കും? ഈ 1,80,000-നാണ് ഇനി നമ്മൾ 10% ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ആദ്യം നോക്കി 20,000 ആണ് ഡിപ്രീസിയേഷൻ കൊടുത്തതെങ്കിൽ പിന്നീട് ഡിപ്രീസിയേഷൻ വന്ന് എത്രയേ ഉള്ളൂ? 18,000 ഡിപ്രീസിയേഷൻ ഉള്ളൂ. ഡിപ്രീസിയേഷൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും.
ഇതാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത വർഷം ആയപ്പോഴത്തേന് ഈ 18,000 നമ്മൾ 1,80,000 നിന്ന് കുറച്ച് കഴിയുമ്പോൾ എത്രയായി 1,62,000 ആണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഈ രീതിയിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് പഠിക്കണം, കാരണം ഇത് വരുന്നതാണ്. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കാനായിട്ടാണ്. അസറ്റിൻ്റെ വാല്യൂ $15 lakh പറഞ്ഞിരിക്കുന്നത് 15,000 ആണ്. അതിൻ്റെ എക്സ്പെക്റ്റഡ് ടു റിയലൈസ് 1,500 അറ്റ് ദ എൻഡ് ഓഫ് യൂസ്ഫുൾ ലൈഫ്. ഇത് ഏത് രീതിയിലുള്ള പ്രോബ്ലം ആണ്? ഏതാണ്? സാൽവേജ് വാല്യൂ അല്ലേ? റിയലൈസ് ചെയ്യുന്നത് അതിൻ്റെ ലൈഫ് കഴിയുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യുന്നത് എത്രയാണ്? 1,500 രൂപ അല്ലേ? അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ, സാൽവേജ് വാല്യൂ, റിയലൈസബിൾ വാല്യൂ എന്നൊക്കെ പറയും. ദെൻ ദ എക്സ്പെക്റ്റഡ് യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് എത്രയാണ്? 5 years. വല്ല പ്രശ്നമുണ്ടോ? നമ്മളുടെ കോസ്റ്റ് ദെൻ മൈനസ് സാൽവേജ് വാല്യൂ 1,500 ഡിവൈഡ് ബൈ 5 years. ഇതൊന്ന് ചെയ്ത് നോക്കാം. ദെൻ നമുക്ക് ഇതിൽ നിന്ന് വന്നിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കറണ്ട് അസറ്റ്? ഇതിനകത്ത് കറണ്ട് അസറ്റ് അല്ലാത്തത് നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ഫോമാറ്റൊക്കെ കണ്ടതാണ്. അപ്പോൾ ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞതാണ്. സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസ്, സാലറി കറണ്ട് അസറ്റ് അല്ല, പക്ഷേ സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു അസറ്റാണ് അല്ലേ? നമുക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ ഈ അടുത്ത നമ്മൾ പിന്നെ എപ്പോഴോ കൊടുക്കാനുള്ള ഒരു എമൗണ്ട് ഓൾറെഡി കൊടുത്ത് വെച്ചേക്കുവാണ്, അതൊരു അസറ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു അസറ്റാണ്. ഇൻവെൻട്രി നമ്മുടെ സ്റ്റോക്ക് അസറ്റാണ്. ടെമ്പററി ഇൻവെസ്റ്റ്മെൻറ്റ് അത് ഒരു കറണ്ട് അസറ്റാണ്. ടെമ്പററി ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ഷോർട്ട് ടൈമിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണത്. അപ്പോൾ എന്ത് ചെയ്യണം? അതൊരു കറണ്ട് അസറ്റാണ്. പക്ഷേ പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫിക്റ്റീഷ്യസ് അസറ്റ്, അതൊരു കറണ്ട് അസറ്റ് അല്ല. നമ്മൾ എന്താണ് ഹൈ കോസ്റ്റിലുള്ള അഡ്വർടൈസ്മെൻറ്റ്, പ്രിലിമിനറി എക്സ്പെൻസ്, ഫോർമേഷൻ എക്സ്പെൻസ്, അല്ലെങ്കിൽ ഡിസ്കൗണ്ടിൽ നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുക, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുക, ദെൻ ഇങ്ങനെയൊക്കെ വരുന്നതെല്ലാം എന്താണ്? ഇതെല്ലാം നമ്മൾ ഫിക്റ്റീഷ്യസ് അസറ്റാണ്, അതൊരു കറണ്ട് അസറ്റ് അല്ല. നെക്സ്റ്റ് വൺ, സെയിൽസ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് പർച്ചേസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു. നമ്മൾ ഓൾറെഡി ഒന്ന് കണ്ടതാണ് അല്ലേ? അതാണ് സെയിൽസ്. നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ കാണുമ്പോഴത്തേനും നമ്മൾ ഇതിപ്പോൾ കിടക്കുന്ന എവിടെയാണ്? ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ആണല്ലേ? അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മുടെ മനസ്സിലേക്ക് വരണം. ട്രേഡിംഗ് അക്കൗണ്ട് ഫോമാറ്റ് വരണം. ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എന്തുണ്ട്? ക്രെഡിറ്റ് സൈഡിൽ എന്തുണ്ട്? നമ്മുടെ ക്രെഡിറ്റ് സൈഡ് ഡെബിറ്റ് സൈഡ് ആദ്യം എടുത്തു കഴിഞ്ഞാൽ അവിടെ പർച്ചേസ് ഉണ്ട്, ദെൻ ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട്, ദെൻ ക്രെഡിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ സെയിൽസ് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. ഇനി നമുക്ക് കിട്ടാനുള്ള സാധനം അപ്പോൾ എന്തായിരിക്കും? ഇതിനകത്ത് വരേണ്ട സാധനം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഏതായിരിക്കും? ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരിക്കും. അതായത് നമ്മളുടെ സെയിൽസ് ഡെബിറ്റ് സൈഡിൽ കൂടിക്കിടക്കുന്ന സെയിൽസിനോട് കൂടി ക്ലോസിംഗ് സ്റ്റോക്ക് കൂട്ടിയിട്ട് അതിൽ നിന്ന് പർച്ചേസും ഗ്രോസ് പ്രോഫിറ്റും കുറച്ചാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ഓപ്പണിംഗ് സ്റ്റോക്കാണ് കിട്ടേണ്ടത്. ഇതിൻ്റെ കുറേ പ്രോബ്ലം നമ്മൾ കാണുമ്പോഴത്തേന് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നത്. ദെൻ പർച്ചേസ് 75,000, സെയിൽസ് 1,25,000, വേജസ് 8,000, ഗ്രോസ് പ്രോഫിറ്റ് 57,000, ക്ലോസിംഗ് സ്റ്റോക്ക് 15,000, എമൗണ്ട് ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇതിനകത്ത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ എമൗണ്ട് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് പർച്ചേസ് എന്ന് പറയുന്നത് 75,000, സെയിൽസ് 1,25,000, വേജസ് 8,000, ഗ്രോസ് പ്രോഫിറ്റ് 57,000, ക്ലോസിംഗ് സ്റ്റോക്ക് 15,000. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇതിൻ്റെ എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ ഫോർമുല കണ്ടതാണ്. ഇനി ഈ കേസിൽ നമുക്ക് എങ്ങനെ ഇതിൻ്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാം? ഇത്രയേ ഉള്ളൂ. നമ്മളുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് എന്തൊക്കെ കൂടുന്നതാണ്? നമ്മൾ നേരത്തെ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് കൊണ്ടുവന്നതിന് മുമ്പ് പറഞ്ഞതാണ്. പർച്ചേസിനോട് കൂടി ഡയറക്റ്റ് എക്സ്പെൻസസ് ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. അല്ലെങ്കിൽ ഇനി വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാനായിട്ടാണെങ്കിൽ ഈ കിടക്കുന്ന സെയിൽസ് എത്രയാണ്? 1,25,000. സെയിൽസിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് കുറച്ചാലും നമുക്ക് എന്ത് കിട്ടും? ഈ പറഞ്ഞിരിക്കുന്ന കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ഒന്നുകൂടെ ഓർത്തോണം, കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. അതായത് നോക്കിയേ, ഇവിടെ പറഞ്ഞിരിക്കുന്ന സെയിൽസ് നമ്മളുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പർച്ചേസിനോട് കൂടി നമുക്ക് തന്നിരിക്കുന്ന ഐറ്റംസിനനുസരിച്ച് നമ്മൾ ഫോർമുല എന്ത് ചെയ്യണം? നമ്മൾ ലോജിക്കായിട്ട് നമ്മൾ ചിന്തിച്ചെടുക്കണം. ഇവിടെ എന്താണ്? നമുക്ക് പർച്ചേസ് 75,000 ഉണ്ട്, സെയിൽസ് 1,25,000 ഉണ്ട്, വേജസ് 8,000 ഉണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് 57,000 ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് 15,000 ഉണ്ട്. നമുക്ക് ഇവിടെ മറ്റ് വേറെ ഐറ്റംസ് ഒന്നും നമ്മൾ നേരത്തെ ഫോർമുലയിൽ കണ്ട മറ്റ് ഐറ്റംസ് ഒന്നും തന്നിട്ടുമില്ല. അപ്പോൾ നമുക്ക് ഉള്ളത് വെച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ? ഇവിടെ പർച്ചേസ് 75,000 ഉണ്ട്. പർച്ചേസിനോട് കൂടി എന്ത് ആഡ് ചെയ്യാം? ഡയറക്റ്റ് എക്സ്പെൻസ് ആഡ് ചെയ്യാം. അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് കൂടെ കുറച്ച് കഴിഞ്ഞാൽ, അതായത് ഈ വർഷം നമുക്ക് വിറ്റ സാധനങ്ങൾ ഉണ്ടാക്കാൻ വന്നിരിക്കുന്ന ചിലവ് കിട്ടും. ഇല്ലെങ്കിൽ സെയിൽസിൽ നിന്നും ഗ്രോസ് പ്രോഫിറ്റ് കുറച്ചാലും എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. കാരണം ഗ്രോസ് പ്രോഫിറ്റിന് ഇക്വേഷൻ നമ്മൾ പഠിച്ചു. എന്തായിരുന്നു? ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഇക്വൽ ടു എന്തിൽ നിന്ന് കുറയ്ക്കുന്നതാണ്? സെയിൽസിൽ നിന്ന് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കുന്നതല്ലേ സെയിൽസ് നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നേരെ തിരിച്ച് സെയിൽസിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് കുറച്ചാൽ എന്തും കൂടെ കിട്ടും? ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും കിട്ടും. നെക്സ്റ്റ്,
If gross profit is 6,500, carriage outward 200, carriage inward 300, rent received 500, then other expenses 3,000, find net profit. നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന എപ്പോഴും എങ്ങനെയാണ്? നമ്മൾ ഈ ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഓർക്കണം. നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് വരെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി അടുത്ത നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണല്ലോ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ആദ്യം നമ്മുടെ ഡെബിറ്റ് സൈഡിൽ മുകളിൽ കിടക്കുന്ന ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്തു, എല്ലാ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള വരുന്ന എല്ലാ എക്സ്പെൻസസും നമ്മൾ എന്ത് ചെയ്തു, കുറയ്ക്കുന്നു. എന്നിട്ട് എന്തെങ്കിലും അഡീഷണലി ആയിട്ടുള്ള ഇൻകം അല്ലെങ്കിൽ അതർ ഇൻകം കാറ്റഗറിയിൽ ഏതെങ്കിലും വന്നിട്ടുണ്ട്, ഇപ്പോൾ റെൻറ്റ് റിസീവ്ഡോ അല്ലെങ്കിൽ കമ്മീഷൻ റിസീവ്ഡോ അങ്ങനെ എന്തെങ്കിലും അതർ ഇൻകം എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു, തിരിച്ച് ആഡ് ചെയ്യുന്നു അല്ലേ. ഇത്രയേ ഉള്ളൂ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടെയും. എന്താണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും എക്സ്പെൻസോ ഡയറക്റ്റ് ഇൻകോ വന്നിട്ടുണ്ടെങ്കിൽ അത് എടുക്കണ്ട. ബാക്കിയെല്ലാം എന്ത് ചെയ്യണം, ഇതിനകത്ത് ആഡ് ചെയ്യണം, കുറയ്ക്കണം. അപ്പോൾ അതുപോലെ 6,500 ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ക്യാരേജ് ഔട്ട്വേർഡ് എന്ന് പറയുന്ന ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ക്യാരേജ് ഇൻവേർഡ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അത് നമ്മൾ എടുക്കണ്ട. റെൻറ്റ് റിസീവ്ഡ് എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് ഇൻകം ആണ്, അത് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാണ്, 6,500 നിന്ന് 200 കുറയ്ക്കണം, അതർ എക്സ്പെൻസ് ആയിട്ടുള്ള 3,000 കുറയ്ക്കണം. ദെൻ നമ്മൾ റെൻറ്റ് റിസീവ്ഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3,800. അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ, ഇഫ് ദ റേറ്റ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഈസ് 25% ഓഫ് സെയിൽസിൻ്റെ 25%ആണ് ജി പി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ജി പി ഈസിക്കൽ ടു അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ഈസിക്കൽ ടു സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലേ. അതായത് ഗ്രോസ് പ്രോഫിറ്റ് എപ്പോഴും നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ഓർത്താൽ മതി. എന്താണ് ഗ്രോസ് പ്രോഫിറ്റ് എപ്പോഴും എങ്ങനെയാണ്, നമ്മളുടെ ടോട്ടൽ സെയിൽസ് ഇപ്പോൾ 100 സെയിൽസ് എങ്കിൽ അതിൽ നിന്ന് ചിലവായ പൈസ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഒരു 80 രൂപയാണെങ്കിൽ അത് കുറച്ചിട്ട് മിച്ചം കിട്ടുന്നതാണ് എന്ത്, നമ്മളുടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20 രൂപ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു കാൽക്കുലേഷൻ. അതൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഗ്രോസ് പ്രോഫിറ്റ് സെയിൽസിൻ്റെ 25%, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടുണ്ട് 10,000 ആണ്. അങ്ങനെയാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പം ഇവിടെ എന്ത് ചെയ്യണം, നമുക്ക് സെയിൽസിനെ 100 ആയിട്ട് എടുക്കാം. ഇങ്ങനെ ഒരു അസംഷൻ, അതായത് നമുക്കറിയാം സെയിൽസിൻ്റെ 25% പ്രോഫിറ്റ് എങ്കിൽ സെയിൽസിനെ എന്തായിട്ട് എടുക്കാം, 100 ആയിട്ട് എടുത്തു. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എത്ര വരും, 25 അല്ലേ. 100ൻ്റെ 25, 100 × 25 ഡിവൈഡ് ബൈ 100, 25 വന്നു. ഇനി അടുത്ത കോസ്റ്റ്, അപ്പോൾ നമ്മൾ പറഞ്ഞു സെയിൽസ് പ്ലസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് ഗ്രോസ് പ്രോഫിറ്റ്. അപ്പം ഇതിനകത്ത് 25% ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ ബാക്കി 75% എന്തായിരിക്കും, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിരിക്കും. കിട്ടുന്നുണ്ടോ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി, നമുക്ക് തന്നിരിക്കുന്നത് സെയിൽസിൻ്റെ എമൗണ്ട് അല്ല, 75% അതായത് 100ൻ്റെ 75% 10,000 തന്നേക്കുന്നത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് തന്നേക്കുന്നത്. അത് 100ൽ 75%. അപ്പോൾ ആ 75ൻ്റെ എന്ത് ചെയ്താൽ മതി, 75 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താൽ 25% കണ്ടുപിടിക്കാം. അത് ഇത്രയേ ഉള്ളൂ. 10,000 × 25 ഡിവൈഡഡ് ബൈ 75 അങ്ങനെയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് കൃത്യമായിട്ട് ആൻസർ കിട്ടും. എന്താണ് 3,333 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, the rate of gross profit on sales is 20%. If cost of production 50,000, what is gross profit? എന്താ പറഞ്ഞേക്കുന്നത്, ഇവിടെയും അങ്ങനെ തന്നെ അല്ലേ. ഗ്രോസ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് 20%, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാണ് വന്നേക്കുന്നത്, 50,000. അങ്ങനെയാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ മുമ്പേ എടുത്ത അതേ മെത്തേഡ് എന്താണ്, നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ സെയിൽസിനെ 100% ആയിട്ട് നമ്മൾ എടുക്കുന്നു. ദെൻ നമ്മളുടെ ഗ്രോസ് പ്രോഫിറ്റ് നമുക്കറിയാം 20% ആണ്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരുപാടുമില്ല കേട്ടോ. ഇത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അത് ഒരുപാടെന്നല്ല, എല്ലാ പ്രാവശ്യവും തന്നെ ഇങ്ങനെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് എല്ലാ തവണ എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചോണം, ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് സെയിൽസിൻ്റെ 20% എന്ന് പറഞ്ഞു. അപ്പോൾ സെയിൽസ് ഇവിടെ 100% ആയിട്ട് എടുത്തു. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 50,000 എന്ന് പറയുന്നത് കിടക്കുന്നത് എന്താണ്, 75%. അപ്പോൾ അതിൻ്റെ 25% കാൽക്കുലേറ്റ് ചെയ്താൽ പോരെ. അതായത് അത് 75 ആണെങ്കിൽ ഇവിടെ അങ്ങനെ എന്ത് ചെയ്യുക, 50,000 × 20% ഡിവൈഡഡ് ബൈ 70%. ഓക്കെ, സോറി 80%. ഇവിടെ 80 ആണ്. 20 ഗ്രോസ് പ്രോഫിറ്റ് എത്ര കിടക്കുന്നത്, 20% ആണ്. അപ്പോൾ എന്ത് വരും, മിച്ചം കിടക്കുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാണ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ 80 ആണ്. അപ്പോൾ എന്ത് ചെയ്യാണ്, ഇത്രയേ ഉള്ളൂ. നമ്മുടെ 50,000 × 20 ഡിവൈഡഡ് ബൈ 80 ഇത്രയേ ഉള്ളൂ. ഈ രീതിയിൽ നമുക്ക് വെറുതെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ 12,500 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, ഒറിജിനൽ കോസ്റ്റ് ഓഫ് ആൻ അസറ്റ്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റൻ ആണ് കേട്ടോ. ഒറിജിനൽ കോസ്റ്റ് ഓഫ് ആൻ അസറ്റ് ബ്രോട്ട് ഓൺ 1/4/2013 ഈസ് 3 lakh ആൻഡ് സബ്ജക്ട് ടു ഡിപ്രീസിയേഷൻ അറ്റ് 15% ഓൺ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. ഓർക്കുന്നുണ്ടോ, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്താണ്, ഓരോ വർഷവും നമ്മൾ ബുക്ക് വാല്യൂവിലായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് ഇതാണെന്നാണ് നമ്മൾ പറയുന്നത്. വാട്ട് വിൽ ബി ദ റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ദ അസറ്റ് ആസ് ഓൺ 31/3/2015.
13 അസറ്റ് വാങ്ങി, ഇനി 31/3/2015 ആകുമ്പോഴത്തേന് ഇതിൻ്റെ അസറ്റിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. റിട്ടേൺ ഓൺ വാല്യൂ ഓഫ് അസറ്റ്. ദെൻ ഒന്നാമത് നോക്കി, റിട്ടേൺ ഓൺ വാല്യൂ ഓൺ 31/3/2014, അതായത് 1/4/2013 വാങ്ങിയ സാധനത്തിൻ്റെ നമ്മൾ ബുക്ക് ക്ലോസ് ചെയ്യുമ്പോൾ 31/3/2014 ആയപ്പോഴത്തേന് എത്രയുണ്ട് നോക്കിക്കോണം. എത്രയാണ്? 3 lakh ആണ് നമ്മളുടെ ബുക്ക് വാല്യൂ, നമ്മുടെ ബുക്കിൻ്റെ ഇപ്പോഴത്തെ നമ്മളുടെ അസറ്റിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത്. അതിന് എത്ര ശതമാനം നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം? 15% ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. കിട്ടുന്നുണ്ടോ? 15% ഡിപ്രീസിയേഷൻ. 15% ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്ത് കഴിയുമ്പം എത്ര വരും? നമുക്ക് ആ 15% ഡിപ്രീസിയേഷൻ കുറച്ചാൽ നമുക്ക് ആ വർഷത്തെ അസറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2,55,000 ആണ് കിട്ടുന്നത്. നിങ്ങളൊന്ന് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അതായത് 3 lakh ആണ് നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ. അതിൽ നിന്ന് 3 lakhൻ്റെ 15% ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് ഈ വർഷം നമ്മൾ ബുക്കിൽ എഴുതുന്നത് എത്രയാണ്? 2,55,000 രൂപയാണ് എഴുതുന്നത്. അതാണ് ഇപ്പോൾ കിടക്കുന്ന വാല്യൂ. ഇനി രണ്ടാമത്തെ വർഷം നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ഏതിനാണ് ചാർജ് ചെയ്യുന്നത്? 2,55,000 രൂപയ്ക്കാണ് 15% ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വർഷം 31/3/2015 വരുമ്പം എത്ര വരും? 31/3/2015 അസറ്റിൻ്റെ വാല്യൂ 2,16,750 രൂപയാണ്. ഭയങ്കര സിമ്പിളാണ്, കാരണം ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് ഓൾറെഡി നമ്മൾ പോർഷൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ കണ്ടതാണ്. ഇനി നമുക്കിതുമായിട്ട് കാണാനുമുണ്ട്. നമുക്കോട് ചോദിച്ചേക്കുന്നത് എന്നത്തെ മതി? 31/3/2015 ഈ പറയുന്ന അസറ്റിന് എത്ര രൂപയാണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി. അത് കഴിഞ്ഞു കണ്ടോ. 1/4/2013 മേടിച്ചത് 14 വന്നപ്പം 2,55,000 ആയി. 31/3/2015 വന്നപ്പോൾ 2,16,750 ആയി. നെക്സ്റ്റ്, a machinery is purchased for ₹3 lakh and ₹50,000 is spent on installation and 5,000 is spent on fuel. What will be the amount of capital expenditure? Capital expenditure ആണ് നമ്മൾ ക്യാപിറ്റൽ റവന്യൂ എക്സ്പെൻഡിച്ചറും കണ്ടു. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞതാണ് എന്താണ് ഈ ഒരു ഏതെങ്കിലും മെഷീനറികളോ അതായത് ഫിക്സഡ് ആയിട്ടുള്ള അസറ്റ്സ് അക്വയർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അത് ബിസിനസ്സിന് ഒരു അസറ്റായിട്ട് മാറും. അപ്പോൾ ഇവിടെ ഒരു മെഷീനറി 3 ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു. അതിൻ്റെ ഇൻസ്റ്റലേഷൻ എക്സ്പെൻസ് എന്ന് പറയുന്നത് 50,000 ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ചില സാധനങ്ങൾ വാങ്ങുമ്പം അത് നമ്മളുടെ ബാലൻസ് ഷീറ്റിനെയും അതുപോലെ തന്നെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യും. ഇവിടെ ഈ വാങ്ങിയതും അതിൻ്റെ ഇൻസ്റ്റലേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് എവിടെയാണ് വന്നിരിക്കുന്നത്? നമ്മുടെ അസറ്റിനോട് ചേർന്ന് ആണ് അതിൻ്റെ വാല്യൂ വരുന്നത്. അതായത് 3 ലക്ഷം പ്ലസ് 50,000, 3,50,000 ആണ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞത്. പക്ഷേ അത് പ്രവർത്തിപ്പിക്കാനുള്ള ഓയിലോ അല്ലെങ്കിൽ ഫ്യൂവലിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് അത് നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലാണ് കാണിക്കുന്നത്. അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ല, അതൊരു റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. ഈ 5,000 എന്ന് പറയുന്നത് എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇവിടെ എത്ര വരുന്നത്? ഈ വാങ്ങിയ പൈസയും ആ വാങ്ങിയ സമയത്ത് തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വന്നിരിക്കുന്ന എമൗണ്ടും അങ്ങനെ 3,50,000 ആണ് ആ പറയുന്ന മെഷീൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ റിലേഷൻ ടു എ കമ്പനി ഇൻക്ലൂഡ്സ്. എന്തൊക്കെയാണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു? ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. ഇത് കൂടാതെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും കമ്പനികൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരുപാട് ക്വസ്റ്റൻസ് ഉണ്ട്, അതുകൊണ്ട് അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കത് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ നാളെ ഇടുന്ന വീഡിയോയിൽ നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആണ് കാണുന്നത്. അപ്പോൾ അതിൽ നമുക്ക് വരുന്ന കൂടുതൽ ക്വസ്റ്റൻസും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓർത്ത് നോക്കുക, ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഇത് മൂന്നും ഏതാണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടാണ്, കമ്പനികളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ്, ദ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് അണ്ടർ വിച്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ്. ഏതിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ഏതിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? ക്യാഷ് ബേസിസ് ആണോ, അക്രൂവൽ ആണോ, മിക്സഡ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ അല്ലെങ്കിൽ ഇതിന് തൊട്ട് മുന്നേ ഇട്ട വീഡിയോയിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അക്രൂവൽ ബേസിസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അത് അക്രൂവൽ ബേസിസ് എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? അതായത് നമ്മൾ ഇപ്പോൾ ക്യാഷ് ബേസിസിലാണെങ്കിൽ ഇപ്പോൾ സാധാരണ ഒരു സോൾ പ്രൊപ്രൈറ്ററിക്ക് ആണെങ്കിൽ ചിലപ്പോൾ പൈസ കിട്ടിയിട്ട് മാത്രമേ അത് എൻ്റർ ചെയ്യത്തുള്ളൂ. പക്ഷേ അക്രൂവൽ ബേസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നടന്നു കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അത് നമ്മൾ എൻ്റർ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്രെഡിറ്റ് സെയിൽസ് ഒക്കെ അല്ലെങ്കിൽ നമ്മൾ ബുക്കിൽ കാണിക്കുന്നത്. അതായത് പൈസ കിട്ടുന്നതിന് മുൻപ് ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ എൻ്റർ ചെയ്യും. അതാണ് അക്രൂവൽ ബേസിസ് എന്ന് പറയുന്നത്. നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അതെല്ലാം വരാറുണ്ട് അല്ലേ? കിട്ടാനുള്ളതും അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പേയ്മെൻറ്റ് നമുക്ക് ട്രാൻസാക്ഷൻ നടന്നു, പക്ഷേ പേയ്മെൻറ്റ് നടന്നിട്ടില്ല, ഒരു കസ്റ്റമർക്ക് ക്രെഡിറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് വരുന്നതിന് മുൻപേ നമ്മൾ എന്ത് ചെയ്യും, അത് ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ ബുക്കിൽ എൻ്റർ ചെയ്യും. അപ്പോൾ അങ്ങനെ വരുന്നതിനെ അല്ലെങ്കിൽ ആ രീതിയിൽ എൻ്റർ ചെയ്യുന്നതാണ് അക്രൂവൽ ബേസിസ് എന്ന് പറയുന്നത്. ദെൻ അക്രൂഡ് ഇൻകം ഈസ് ആൻ ഐറ്റം ഓഫ്
ഏതാണ് അക്രൂഡ് ഇൻകം. ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വായിക്കണം. അക്രൂഡ് ഇൻകം എന്നതാണ് ഇത് ഇതുവരെ കിട്ടിയിട്ടില്ല, പക്ഷേ അത് കിട്ടാനുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ വരാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് എന്താണ് അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത് എന്തായിട്ടാണ് നമ്മൾ എടുക്കുന്നത്? ഇപ്പം എന്താണ് നമുക്ക് ഏതെങ്കിലും ഒരു എമൗണ്ട് കിട്ടാനായിട്ട് നമുക്ക് ഇത് ഇപ്പം നിലവിലത് കിട്ടിയിട്ടില്ല, പക്ഷേ ഒരു ബില്ലിൻ്റെ എമൗണ്ട് നമുക്ക് കിട്ടാനായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ അല്ലെങ്കിൽ ബിൽസ് റെസീബിൾസ് ഉണ്ട്. ദെൻ അതിനെയൊക്കെ നമ്മൾ എന്തായിട്ടാണ് കാണുന്നത്? അത് ലൈബിലിറ്റി ആണോ? അല്ല. കണ്ടിജൻ ലൈബിലിറ്റി ആണോ? അല്ല. ലിക്വിഡ് അസറ്റ് ആണോ? അല്ല. അസറ്റിൻ്റെ കാറ്റഗറിയിലാണ് നമ്മളിതിനെ കൺസിഡർ ചെയ്യുന്നത്. ഓർക്കുന്നുണ്ടോ? അത് കറണ്ട് അസറ്റ് എന്ന് പറയാം, ലിക്വിഡ് അസറ്റ് അല്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് അസറ്റ് അക്രൂഡ് ഇൻകം എന്ന് പറയുന്ന ഐറ്റം നമ്മൾ ഇതൊക്കെ ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റിൽ പോയി നോക്കിയാൽ മതി. അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞ് അഡ്വാൻസ് റിസീവ്ഡ്, അക്രൂഡ് ഇൻകം, ഇതൊക്കെ എന്താണ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് ബാലൻസ് ഷീറ്റിൽ നോക്കണം, ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് നോക്കണം. അപ്പോൾ അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇൻകം ഓൾറെഡി ജനറേറ്റ് ചെയ്തു, നമ്മൾ ഒരു ഇൻകത്തിനുള്ളൊരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കാര്യം നടന്നിട്ടുണ്ട്, പക്ഷേ ഇൻകം ഇതുവരെ നമുക്ക് കയ്യിലേക്ക് വന്നിട്ടില്ല. അത് ഒരു ബിൽസ് റിസീവബിൾ ആവാം. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ ബുക്ക് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആ എമൗണ്ട് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ അതിനെ എവിടെ കാണിക്കും? ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ നമ്മളതിനെ കാണിക്കും. അതായത് സപ്പോസ് എ സർവീസ് പ്രൊവൈഡർ കമ്പനി പ്രൊവൈഡ് സർവീസ് ടു ദ കസ്റ്റമർ ആൻഡ് ദ കസ്റ്റമർ പ്രോമിസ് ടു പേ ആഫ്റ്റർ സം ടൈം ദ പേയ്മെന്റ് റിഗാർഡിംഗ് ദോസ് സർവീസ് വിൽ ബി ട്രീറ്റഡ് ആസ് അക്രൂഡ് ഇൻകം. ഇതാണ്. അതായത് ഒരു കസ്റ്റമർക്ക് നമ്മൾ സാധനം വെച്ചു, അയാൾ പേയ്മെന്റ് നടത്തിയിട്ടില്ല, പിന്നീട് പേയ്മെന്റ് നടത്താമെന്നാണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ അതിനെ അക്രൂഡ് ഇൻകം എന്നാണ് എന്ത് ചെയ്യുന്നത്? അതിനെ കൺസിഡർ ചെയ്യുന്നത്. Then next one, which among the following do not affect the agreement of trial balance? ട്രയൽ ബാലൻസിൻ്റെ എഗ്രിമെൻറ്റിനെ അഫക്റ്റ് ചെയ്യാത്തത് ഏതാണ്? അഫക്റ്റ് ചെയ്യാത്തത് നോക്കി. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഡു നോട്ട് അഫക്റ്റ് എഗ്രിമെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസ് ആണ്? എന്താണ്? കംപ്ലീറ്റ് ഒമിഷൻ ഓഫ് ട്രാൻസാക്ഷൻ, എറർ ഓഫ് പ്രിൻസിപ്പിൾ, കോമ്പൻസേറ്റിംഗ് എറർ, ഓൾ ഓഫ് ദീസ്. ഇതാണ്. അതായത് ട്രയൽ ബാലൻസ് എഗ്രിമെൻറ്റിനെ അഫക്റ്റ് ചെയ്യാത്തത് ഇതെല്ലാം അഫക്റ്റ് ചെയ്യാതിരിക്കാം എന്നുള്ളതാണ് ശരിക്കും. അതായത് ഒരു കാര്യം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒമിറ്റ് ചെയ്തു, അത് അപ്പോൾ ഒരിക്കലും അത് ഡെബിറ്റിനെയും ക്രെഡിറ്റിനെയും എന്ത് ചെയ്തില്ല? അഫക്റ്റ് ചെയ്തില്ല. കാരണം ഒരിടത്ത് മാത്രമായിട്ട് വരത്തില്ല. എറർ ഓഫ് പ്രിൻസിപ്പിളാണ് വന്നിരിക്കുന്നതെങ്കിൽ അത് നമ്മൾ ഏതെങ്കിലും ഒരിടത്ത് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ക്രെഡിറ്റ് ഉണ്ട്, അപ്പോൾ എടുത്തിരിക്കുന്ന രീതി അല്ലെങ്കിൽ ചെയ്ത രീതിയാണ് മാറിപ്പോയിരിക്കുന്നത്, അപ്പോഴും അത് ഡെബിറ്റിനെയും ക്രെഡിറ്റിനെയും അഫക്റ്റ് ചെയ്യുന്നില്ല. കോമ്പൻസേറ്റിംഗ് എറർ ആണെങ്കിൽ ഒന്നിന് പകരം മറ്റൊന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് നള്ളിഫൈ ചെയ്തു പോയി, അപ്പോൾ അവിടെയും എന്ത് ചെയ്യത്തില്ല? ഈ പറയുന്ന ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്തില്ല. അപ്പോൾ ഈ ഒരു കേസിലും എന്ത് ചെയ്തില്ല? ട്രയൽ ബാലൻസിനെ ഈ പറഞ്ഞിരിക്കുന്ന ട്രാൻസാക്ഷൻസ് ഒന്നും അഫക്റ്റ് ചെയ്യത്തില്ല. ഒന്നുകൂടെ ഓർത്തോണം, കംപ്ലീറ്റ് ആയിട്ട്. അതായത് 100 രൂപയുടെ ഒരു ട്രാൻസാക്ഷൻ എൻട്രി ചെയ്യാൻ വിട്ടുപോയി, അപ്പോൾ അത് ഡെബിറ്റിലും അഫക്റ്റ് ചെയ്തില്ല, ക്രെഡിറ്റിലും അഫക്റ്റ് ചെയ്തില്ല. എവിടെയെങ്കിലും ഒരിടത്തിട്ടാലല്ലേ ഡെബിറ്റും ക്രെഡിറ്റും തമ്മിൽ ആ ട്രയൽ ബാലൻസിൻ്റെ ഡിസഗ്രിമെൻറ്റ് ഉണ്ടാവത്തുള്ളൂ. അതല്ല. അപ്പോൾ എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണെങ്കിലോ, അപ്പം ഏതെങ്കിലും റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് എടുക്കേണ്ടത് നമ്മൾ ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എടുത്തു, അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റവന്യൂ എക്സ്പെൻഡിച്ചർ എടുത്തു. അപ്പോൾ ഇത് നമ്മുടെ അൾട്ടിമേറ്റ് റിസൾട്ടിനെ ഇതും അഫക്റ്റ് ചെയ്തില്ല. കാരണം ഇത് എവിടെയോ വന്നിട്ടുണ്ട്, ഡെബിറ്റിലും ക്രെഡിറ്റിലും സംഭവം ഉണ്ട്, അപ്പോൾ എന്ത് ചെയ്തില്ല? അതും അഫക്റ്റ് ചെയ്തില്ല. കോമ്പൻസേറ്റിംഗ് എറർ, ഒരിടത്ത് മിസ്റ്റേക്ക് വന്നു, ഇപ്പോൾ ഒരിടത്ത് 100 രൂപ കുറച്ച് എഴുതി, പക്ഷേ അതേ സമയത്ത് മറ്റൊരിടത്ത് 100 രൂപ കൂട്ടി എഴുതിയിട്ടുണ്ട്. കോമ്പൻസേറ്റ് അല്ലെങ്കിൽ അത് നള്ളിഫൈ ചെയ്തു. അപ്പോൾ ഇവിടെ ഒന്നും എന്ത് ചെയ്തില്ല? ഈ പറഞ്ഞ ട്രയൽ ബാലൻസിനെ ഇത് അഫക്റ്റ് ചെയ്തില്ല. പക്ഷേ ഒരിടത്ത്, അതായത് ഇപ്പോൾ ഡെബിറ്റിൽ 100 രൂപ കൂട്ടി എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ക്രെഡിറ്റിൽ അഫക്റ്റ് ചെയ്യും. കാരണം അവിടെ ഒരു ഡിസഗ്രിമെൻറ്റ് വരും. ബാക്കി ഒരു കേസിൽ എന്ത് വരുന്നില്ല? ഡിസഗ്രിമെൻറ്റ് വരുന്നില്ല. ദെൻ ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് റിസൾട്ട്സ് ഇൻ ദ ഫോളോയിങ് ഇക്വേഷൻ. ഇതൊരു സിമ്പിൾ ക്വസ്റ്റൻ ആണെങ്കിൽ പലതവണ ചോദിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ പ്ലസ് ലൈബിലിറ്റി ഈക്വൽ ടു അസറ്റ്. ഇതാണ് നമ്മുടെ ഡ്യുവൽ ആസ്പെക്ട് എന്ന് പറയുന്നത്. ദെൻ അടുത്തത്, ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ സെലക്ട് കറക്റ്റ് സീക്വൻസ് ഓഫ് അക്കൗണ്ടിങ് സൈക്കിൾ. ഏതായിരുന്നു? ഒന്നാമത് ജേർണലൈസ് ചെയ്യുന്നു. ഇവിടെ ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ ജേർണലൈസ് ചെയ്യുന്നു, ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുന്നു, ദെൻ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നു, ദെൻ അതുപോലെ നമ്മൾ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എന്തെങ്കിലും, ഇപ്പോൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പാസ് ചെയ്യുന്നു. ദെൻ വീണ്ടും നമ്മൾ ഫൈനൽ അക്കൗണ്ടിലേക്ക് പോകുന്നു, ദെൻ ക്ലോസിംഗ് എൻട്രീസ് പാസ്സാക്കുന്നു, ദെൻ ഫിഫ്ത്ത് വൺ പാസിംഗ് റിവേഴ്സ് എൻട്രീസ്. ഇവിടെ കൊണ്ട് നമുക്ക് ഈ ഒരു രീതിയിൽ പല രീതിയിൽ അല്ലെങ്കിൽ പലപ്പോഴും മാറി ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. Then, which of the following item is not shown in balance sheet? ബാലൻസ് ഷീറ്റിൽ കാണിക്കാത്ത ഐറ്റം ഏതാണ്? ഫിക്സഡ് അസറ്റ് ഉണ്ട്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ലൈബിലിറ്റി സൈഡിൽ കിടപ്പുണ്ട്. ഇനി അവിടെ വരാത്തത് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കും. ഓപ്പണിംഗ് സ്റ്റോക്ക് ബാലൻസ് ഷീറ്റ് കാണിക്കാറുണ്ടോ? ഇല്ല, അത് ബാലൻസ് ഷീറ്റ് ഐറ്റം അല്ല. നെക്സ്റ്റ് വൺ, ഗ്രോസ് പ്രോഫിറ്റ് ഈക്വൽസ്. ഗ്രോസ് പ്രോഫിറ്റ് എന്തിന് ഈക്വൽ ആണ്? നമ്മൾ നേരത്തെ പഠിച്ചു, കുറേ തവണ പറഞ്ഞു അല്ലേ. നമ്മുടെ നെറ്റ് സെയിൽസിൽ നിന്ന് നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്? ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സെയിൽസിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? അതായത് നമ്മളെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർക്കുക. സെയിൽസ് എവിടെ കിടപ്പുണ്ട്? ക്രെഡിറ്റ് സൈഡിൽ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് കിടപ്പുണ്ട്. അതിൽ നിന്ന് ഡെബിറ്റ് സൈഡിൽ കിടക്കുന്ന എല്ലാ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വന്നിരിക്കും, അല്ലെങ്കിൽ എല്ലാ എക്സ്പെൻസും കുറച്ച് കഴിയുമ്പോൾ എന്ത് കിട്ടും? നമ്മളുടെ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. നെക്സ്റ്റ് വൺ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്
49,600 ആൻഡ് പ്രോഫിറ്റ് 20% ഓൺ സെയിൽസ്, ദെൻ സെയിൽസ് വിൽ ബി. കേട്ടോ, ആ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ മാറി മാറി, ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാം, പക്ഷേ ഒന്ന് ജസ്റ്റ് അതിൻ്റെ ലോജിക്ക് ഒന്ന് കിട്ടിയാൽ മതി. അപ്പം ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് തന്നിരിക്കുന്ന പ്രോഫിറ്റ് 20% പറഞ്ഞിട്ടുണ്ട്. അത് സെയിൽസിൻ്റേതാണ്. എത്രയാണ്? സെയിൽസിൻ്റെ 20%. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രയാണ്? സെയിൽസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എങ്ങനെ എടുക്കാം നോക്കിയേ. ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെയാണ്? നമുക്ക് എപ്പോഴും നമ്മൾ പറഞ്ഞു, ഈ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയായിരുന്നു? തൊട്ട് മുന്നത്തെ ക്വസ്റ്റൻ നമ്മൾ കണ്ടതാണ്. അതായത് നമ്മൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ട്രേഡിംഗ് പോർഷൻ ഓർക്കുക. നമ്മളുടെ ഡെബിറ്റ് സൈഡിൽ എല്ലാ എക്സ്പെൻസും കിടപ്പുണ്ട്. ക്രെഡിറ്റ് സൈഡിൽ നമ്മളുടെ പ്രധാനപ്പെട്ട ഇൻകം ഇതാണ്, ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻകം ഏതാണ്? സെയിൽസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എല്ലാ എക്സ്പെൻസിലും നമ്മുടെ സെയിൽസ് കുറച്ച് കഴിയുമ്പോൾ മിച്ചം കിട്ടുന്ന എമൗണ്ട് ആണ് എന്ത്? ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതൊക്കെ നമുക്കറിയാം അല്ലേ, നമ്മളിങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എപ്പോഴും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? സെയിൽസിനെ 100% ആയിട്ട് നമ്മൾ എടുത്തു. അസ്യൂമിങ് സെയിൽസ് ഈസ് 100%, 100% രൂപ എന്ന് പറയുന്നത് ആ രീതിയിൽ എടുത്തു. 100 നമ്മൾ എന്ത് ചെയ്തു? സെയിൽസിനെ എടുത്തു. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ 20%. എന്താ പറഞ്ഞേക്കുന്നത്? ക്വസ്റ്റൻ എന്താ പറഞ്ഞത്? പ്രോഫിറ്റ് ഈസ് 20% ഓൺ സെയിൽസ്. സെയിൽസിന് 20% എന്ത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ദെൻ അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എത്രയായി? 20. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് 49,600 എന്ന് പറയുന്നത് എന്താണ്? 80. അതായത് 20% സെയിൽസിൻ്റെ 20% പ്രോഫിറ്റ് ആണെങ്കിൽ ബാക്കിയുള്ള എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെൻസ് ആണ്. ഇപ്പോൾ നമ്മൾ ഒരു പെൻ നമ്മൾ വാങ്ങുന്നു, 10 രൂപയ്ക്ക് വാങ്ങിയൊരു പെന്ന്, അതിന് അയാൾക്ക് 2 രൂപയാണ് പ്രോഫിറ്റ്. ബിസിനസ്സിന് 2 രൂപയാണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 8 രൂപ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് അല്ലേ? ആ സാധനം ഉണ്ടാക്കാനും വിൽക്കാനും വന്നിരിക്കുന്ന ചിലവാണ് 8 രൂപ എന്ന് പറയുന്നത്. അപ്പം മിച്ചം 2 രൂപ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? അതിന് പ്രോഫിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ അത് രണ്ടും കൂടെ കൂടുന്നതാണ് അതിൻ്റെ സെയിൽസ് പ്രൈസ് എന്ന് പറയുന്നത്. ആ ഒരു ലോജിക്കാണ് ഇവിടെ ഓർത്താൽ മതി. അപ്പോൾ ഇവിടെ സെയിൽസ് 100 ആയിട്ട് എടുത്തു, ഗ്രോസ് പ്രോഫിറ്റ് 20 ആയിട്ട് എടുത്തു. നമ്മുടെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 80 ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിങ്ങ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതി. എത്രയാണ്? സെയിൽസ് എന്ന് പറയുന്നത് 49,600ൻ്റെ 600 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 100. കാരണം എന്താണ്? ഇവിടെ ഈ കിടക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 80%. അതിനെ നമുക്ക് എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? 100ലേക്ക് കൺവേർട്ട് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അതായത് 49,600 രൂപ എന്ന് പറയുന്നത് 80%. അതിന് എന്തായിട്ട് മാറ്റണം? 100% മാറ്റണം. അപ്പോൾ 49,600 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? അതിന് 100% കിട്ടും. എത്ര വരും? 62,000 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, ആൻ എക്സാമ്പിൾ ഫോർ ആപ്ലിക്കേഷൻ ഓഫ് അക്രൂവൽ കൺസെപ്റ്റ്. ഇതാണ് നോക്കിയേ. Charging of depreciation, provision created against doubtful debts, writing of preliminary expenses, recognition of salary outstanding. എന്നാണ് അക്രൂവൽ നമ്മൾ പറഞ്ഞു. ഇപ്പം നടന്നിട്ടില്ലാത്ത ഒരു കാര്യത്തെ, അല്ലെങ്കിൽ നടന്നിട്ടില്ലാത്തതെന്നല്ല, ഇതുവരെ നമ്മൾ ഇൻകം ഏൺ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് നടത്തുകയോ ചെയ്തിട്ടില്ല. ഇതുവരെ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയോ അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ ആ ഇൻകം നമ്മൾ ജനറേറ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അക്രൂവൽ ബേസിസ് എന്ന് വെച്ചാൽ എന്താണ്? ആ ഒരു സംഭവം അല്ലെങ്കിൽ പേയ്മെൻറ്റോ അല്ലെങ്കിൽ റെസീപ്റ്റോ നടന്നിട്ടില്ല, പക്ഷേ ഓൾറെഡി ഇപ്പോൾ നമ്മൾ പറഞ്ഞു, എക്സാമ്പിൾ പറഞ്ഞു, നമ്മൾ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ ക്രെഡിറ്റിന് നമ്മൾ സെയിൽ ചെയ്യുക, ഇങ്ങനെയൊക്കെ വരുന്ന കേസിൽ നമ്മുടെ പേയ്മെൻറ്റ് യഥാർത്ഥത്തിൽ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് സെയിലായിട്ടും ക്രെഡിറ്റ് പർച്ചേസ് ആയിട്ടും ഒക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം ഇതിനകത്ത് ഏതാണ് അക്രൂവൽ ബേസിലെടുക്കുന്ന ഒരു ട്രാൻസാക്ഷൻ? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക എന്ന് പറയുന്നത് അക്രൂവൽ ബേസിലല്ല. നമ്മൾ ആ കറക്റ്റ് എല്ലാ വർഷവും എന്ത് ചെയ്യുന്നു? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നുണ്ട്. അത് അക്രൂവൽ ബേസിസ് എന്ന് പറയാൻ പറ്റത്തില്ല. പ്രൊവിഷൻ ക്രിയേറ്റ് അഗൈൻസ്റ്റ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് അതുമല്ല. റൈറ്റിംഗ് ഓഫ് പ്രിലിമിനറി എക്സ്പെൻസ് അതുമല്ല. പക്ഷെ എന്താണ് നോക്കി? റെക്കഗ്നിഷൻ ഓഫ് സാലറി ഔട്ട്സ്റ്റാൻഡിങ്. എന്താണ്? സാലറി ഔട്ട്സ്റ്റാൻഡിങ്. എപ്പോഴും എന്താണ്? നിലവിലൊരു ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്താണ്? ഇപ്പോൾ അതായത് ഈ മാസം സാലറിയാണ്, ഇതുവരെ കൊടുത്തിട്ടില്ല, പക്ഷേ സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ ഒരു ലയബിലിറ്റി നമ്മൾ കാണിക്കും. കാരണം എന്താണ്? അത് അക്രൂവൽ ബേസിലാണ് നമ്മൾ ബുക്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതുവരെ കൊടുത്തിട്ടില്ലെങ്കിലും കൊടുക്കാനുള്ളതിനെ കാണിക്കും. അതാണ് സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. എന്താണ്? കൊടുത്തിട്ടില്ല, കൊടുക്കാനുള്ള ഒരു ലയബിലിറ്റി ആയിട്ടാണ് നമ്മളതിനെ കാണിക്കുന്നത്. ദെൻ സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ ഓർ ഫോൾസ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് റിയൽ അക്കൗണ്ട്. റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ബിഗിൻസ് വിത്ത് ദ ഓപ്പണിംഗ് ബാലൻസ്. എന്താണ്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഏത് അക്കൗണ്ടായിരുന്നു? റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. ആ ഓർഡർ തന്നെ ഓർത്ത് നോക്കണം. റിയൽ അക്കൗണ്ട് അസറ്റാണ് അല്ലേ? റിയൽ അക്കൗണ്ട് അസറ്റാണ്.
പേഴ്സണൽ അക്കൗണ്ട് പേഴ്സൺസ് ആർട്ടിഫിഷ്യൽ പേഴ്സൺസും ആണ്. നോമിനൽ അക്കൗണ്ടിലാണ് എന്ത് വരുന്നത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ വരുന്നത്. ഓർക്കുന്നുണ്ടോ? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എവിടെ വരുന്നത്? നോമിനൽ അക്കൗണ്ടിലാണ്. അപ്പോൾ അത് തെറ്റാണല്ലേ. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ബിഗിൻസ് വിത്ത് ഓപ്പണിംഗ് ബാലൻസ്. അത് പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം 1 is false and 2 is true. Next one, statement of affairs is prepared for calculating financial position, capital, asset, liability. നമുക്കിത് ഒന്നുകൂടെ കാണാനുണ്ട്. കാരണം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കൃത്യമായി ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പഠിക്കും. അപ്പോൾ ജസ്റ്റ് ഓർത്ത് വെക്കുക, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. Then receipt and payment account include capital, revenue. Receipt and payment account എല്ലാ റെസിപ്റ്റ്സും പേയ്മെൻറ്റ്സും നമ്മൾ എടുക്കും അല്ലേ. ക്യാപിറ്റൽ റേഞ്ചിലുള്ളത് എടുക്കും, റവന്യൂ റേഞ്ചിലുള്ളത് എടുക്കും. ബോത്ത് എ ആൻഡ് ബി. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് റെക്കോർഡ് ഓൾ ദ ക്യാഷ് ട്രാൻസാക്ഷൻ. എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻസും, എല്ലാ ക്യാഷ് വന്നതും പോയതും. These transactions can be revenue or capital in nature. Receipts and payments account is called summarized cash book. Hence, all the transactions are to be recorded on cash basis only. ഇതൊരു ക്യാഷ് ബുക്കാണ്. ഇതിനകത്ത് ക്യാഷായിട്ട് കിട്ടിയതും കൊടുത്തതുമായിട്ടുള്ള എല്ലാ ഐറ്റംസും, ഏതൊക്കെ ഐറ്റംസ് ഉണ്ടോ അത് ക്യാപിറ്റൽ റവന്യൂ എന്നൊരു ഡിഫറൻസ് ഇല്ല, എല്ലാം എന്ത് ചെയ്യും? ഇതിനകത്ത് എടുക്കും. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദിസ് അക്കൗണ്ടിങ് ഇക്വേഷൻ ഏതാണ്? അസറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. എല്ലാം കൂടെ തോന്നുമ്പോൾ നമുക്ക് മാറിപ്പോകരുത്, കൃത്യമായിട്ട് പ്ലസ് ക്യാപിറ്റൽ ആണെന്ന് ഓർത്തോണം. ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ ആണ് അസറ്റ്. Then next one, the original cost of the asset is rupees 6 lakh and depreciation is charged at 10% per annum and at written down value, then the amount of depreciation in third year will be. എന്നാണ് നമ്മുടെ അസറ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റ് 6 lakh. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് 10% ആണ്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ് യൂസ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. എമൗണ്ട് ഓഫ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ തേർഡ് ഇയറിൽ നമ്മളുടെ ഡിപ്രീസിയേഷൻ എത്രയാണ്? ഇവിടെ നോക്കിക്കോണേ. നമ്മുടെ അസറ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റ് 6 lakh. എത്രയാണ്? 6 lakh. നമ്മളുടെ ഡിപ്രീസിയേഷൻ എത്രയാണ് പറഞ്ഞേക്കുന്നത്? 10%. അപ്പോൾ 6 lakhൻ്റെ നമ്മൾ 10% കണ്ടുപിടിക്കുമ്പോൾ എത്ര വരും? 60,000 രൂപയാണ് നമുക്ക് ആ വർഷത്തെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ചാർജ് ചെയ്യേണ്ട ഡിപ്രീസിയേഷൻ. അപ്പോൾ അത് നമ്മൾ 60,000 നമ്മുടെ ബുക്ക് വാല്യൂ എത്രയും കുറച്ച് എഴുതണം. 60,000 നിന്ന് 6 ലക്ഷത്തിൽ നിന്ന് 60,000 കുറച്ചാൽ 54,000 കിട്ടി. ഇനി അടുത്ത വർഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ വർഷം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏത് എമൗണ്ടിനാണ്? ഈ പറയുന്ന 54,000-ന് 10% ആണ്. ഒരു 54 lakhൻ്റെ 10% ആണ്. 54 അല്ല, 5,40,000-ൻ്റെ 10% ആണ്. അപ്പോൾ എത്ര വന്നു? 54,000 വന്നു. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ വർഷം അസറ്റിൻ്റെ വാല്യൂ എത്രയായി? 5,40,000 മൈനസ് 54,000, 4,86,000 ആണ് ഇപ്പോൾ അസറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അതിനെന്ത് ചെയ്യുക? വീണ്ടും 10% ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ വർഷം അവസാനം, അതായത് മൂന്നാമത്തെ വർഷം നമ്മളുടെ ബുക്കിൽ നമ്മളുടെ അസറ്റിൻ്റെ വാല്യൂ നമ്മൾ എഴുതി വെക്കുന്നത് എത്രയാണ്? 4,97,400 രൂപയാണ് നമ്മൾ ഇത് പ്രകാരം നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ. ഇനി അങ്ങനെയാണെങ്കിൽ അവസാനത്തെ ഡിപ്രീസിയേഷൻ എത്ര വരും? അതിൻ്റെ 10% 48,600 രൂപയാണ് ഡിപ്രീസിയേഷനായിട്ട് വരുന്നത്. കിട്ടിയോ? ഇവിടെ നമ്മൾ തേർഡ് ഇയറിൽ എത്രയാണ് ഡിപ്രീസിയേഷൻ എമൗണ്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. 48,600 രൂപയാണ് എന്ത് ഡിപ്രീസിയേഷനായിട്ട് മൂന്നാമത്തെ വർഷം വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ സ്വന്തമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം, നോക്കണം കേട്ടോ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കറണ്ട് അസറ്റ്? കറണ്ട് അസറ്റ് അല്ലാത്തത് ഏതാണ്? സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്ന അക്രൂവൽ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെ കറണ്ട് അസറ്റായിട്ട് എടുത്തിട്ടുണ്ട് അല്ലേ. ദെൻ ഇൻവെൻട്രി എന്ന് പറയുന്നത് സ്റ്റോക്കാണ്, കറണ്ട് അസറ്റാണ്. ടെമ്പററി ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നതാണ്, അതും ഒരു കറണ്ട് അസറ്റാണ്. പ്രിലിമിനറി എക്സ്പെൻസിന് എന്തായിട്ട് നമ്മൾ പറഞ്ഞ് അതൊരു ഫിക്റ്റീഷ്യസ് അസറ്റാണ്. അത് യഥാർത്ഥത്തിലൊരു അസറ്റാണോ? അല്ല. പക്ഷേ നമുക്ക് വന്നിരിക്കുന്ന ഒരു ഹ്യൂജ് എക്സ്പെൻസ് ആണത്. അത് നമ്മൾ നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? റൈറ്റ് ഓഫ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിനെങ്ങനെ നമ്മൾ അസറ്റ് സൈഡിൽ ഇടും? ഫിക്റ്റീഷ്യസ് അസറ്റായിട്ട് അവിടെ കാണിച്ചിരിക്കും. അത് ഇപ്പോൾ 5 വർഷം കൊണ്ടോ 6 വർഷം കൊണ്ടോ ഒക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ അക്കൗണ്ടിങ് ഇയേഴ്സ് എടുത്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്നത്. അപ്പോൾ കറണ്ട് അസറ്റ് ആർ ദോസ് അസറ്റ് വിച്ച് അറൈസ് ഡ്യൂ ടു ബിസിനസ് ഓപ്പറേഷൻ. ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻ കൊണ്ട് അറൈസ് ചെയ്യുന്നതാണ് ഈ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. അപ്പം ദീസ് ആർ ഫ്ലക്ച്വേറ്റിംഗ് അസറ്റ്സ് ആൻഡ് ചേഞ്ച് വിത്ത് ഈച്ച് ഓഫ് ദി ബിസിനസ് ട്രാൻസാക്ഷൻ. സൺഡി ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ ബാങ്ക്, ഇതൊക്കെയാണ് കറണ്ട് അസറ്റ്സിന് എക്സാമ്പിളായിട്ട് വരുന്നത്. പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു ഫിക്റ്റീഷ്യസ് അസറ്റാണ്.
സെയിൽസ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് പർച്ചേസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് ഏതായിരുന്നു ഓർക്കുന്നുണ്ടോ? നമ്മളുടെ സെയിൽസ് അതിനോടുകൂടെ ക്ലോസിംഗ് സ്റ്റോക്ക് കൂട്ടി പർച്ചേസും ഗ്രോസ് പ്രോഫിറ്റും കൂടെ ലെസ് ചെയ്താൽ എന്ത് കിട്ടും? അതായത് അവിടെയൊക്കെ നമ്മൾ ഈ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ആ ഒരു ഇത് മാത്രം, ഈ പറഞ്ഞ സ്ട്രക്ചർ മാത്രം, ഇവിടെ ഞാൻ ആ സ്ട്രക്ചർ തന്നിട്ടുമുണ്ട്, ഒന്ന് നോക്കിയും ഇവിടെ എന്താണ് ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ഗ്രോസ് പ്രോഫിറ്റ്, ദെൻ അതാണ് ഡെബിറ്റ് സൈഡിൽ കിടക്കുന്നത്. ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെയുണ്ട്? സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും. നമുക്ക് കിട്ടേണ്ട ഏതാണ്? ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഇവിടെ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? നമ്മൾ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തില്ലേ? എന്താണ്? അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? എപ്പോഴും കൂടുതൽ ഏതായിരിക്കും? സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും എടുത്തിട്ട് അതിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? പർച്ചേസും ഗ്രോസ് പ്രോഫിറ്റും കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് കിട്ടും. ഇനി അടുത്തത് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടാനാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിലോ സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കിൽ നിന്നും ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും കുറച്ചാൽ മതി അല്ലേ? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഈ ഒരു ഫോർമാറ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഇത് വെച്ചിട്ട് നമുക്കിതിനെ എന്ത് വേണമെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. സെയിൽസ് ആണെങ്കിലും ക്ലോസിംഗ് സ്റ്റോക്ക് ആണെങ്കിലും ഏത് ഐറ്റം വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കാണ്ട് പറ്റും. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഇതൊന്ന് ഓർത്ത് വെക്കുക. താഴെ ഒരു ഫോർമുല കണ്ടോ? ഇത് നമുക്ക് എപ്പോഴും ഓർത്ത് വെക്കേണ്ട ഒരു ഫോർമുലയാണ്, ഗ്രോസ് പ്രോഫിറ്റ് ഫോർമുല. അത് വെച്ചിട്ട് കുറേ സാധനങ്ങൾ എന്ത് ചെയ്യാം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതായത് നെറ്റ് റവന്യൂ എന്ന് എന്താണ്? നമ്മുടെ നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നത്. ദെൻ പർച്ചേസ് ഓഫ് ഓഫീസ് ഫർണിച്ചർ ആൻഡ് അക്കൗണ്ട് ഈസ് റെക്കോർഡഡ് ഇൻ എവിടെയാണ്? പർച്ചേസ് ഓഫ് ഓഫീസ് ഫർണിച്ചർ ഓൺ അക്കൗണ്ട് റെക്കോർഡ് ഇൻ എവിടെയാണ്? നമ്മൾ ക്യാഷ് ബുക്ക്, പർച്ചേസ് ബുക്ക്, ജനറൽ ലെഡ്ജർ, ജേണൽ പ്രോപ്പർ, ഇങ്ങനെ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ശരിക്കും ഇതൊരു എന്താണ് പറഞ്ഞേക്കുന്നത് ആൻസർ, അതായത് അന്ന് ആദ്യം പബ്ലിഷ് ചെയ്തപ്പോൾ ജനറൽ ലെഡ്ജർ എന്നാണ് പബ്ലിഷ് ചെയ്തത്. ജനറൽ ലെഡ്ജർ എന്ന് നമുക്ക് ആൻസർ ചെയ്യാം അല്ലേ? നമുക്കറിയാം പർച്ചേസ് ഓഫീസ് ഫർണിച്ചർ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ജനറൽ ലെഡ്ജർ എന്ന് വേണമെങ്കിൽ ആൻസർ ചെയ്യാം. പക്ഷേ എൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ശരിക്കും ഏതാണ്? ജേണൽ പ്രോപ്പറാണ് ശരിക്കും വരുന്നത്. ജേണൽ പ്രോപ്പറിലാണ് പർച്ചേസ് ഓഫ് ഓഫീസ് ഫർണിച്ചർ എന്ന് പറയുന്നത് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത് എവിടെയാണ്? ജേണൽ പ്രോപ്പറിലാണ്. ക്യാഷ് പർച്ചേസ് ആർ റെക്കോർഡ് ഇൻ ദ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൽ ക്യാഷ് പർച്ചേസ്. അതർ പർച്ചേസ് സച്ച് ആസ് പർച്ചേസ് ഓഫീസ് എക്യുപ്മെൻറ്റ്, ഫർണിച്ചർ, ബിൽഡിംഗ് റെക്കോർഡ് ഇൻ ദ ജേണൽ പ്രോപ്പർ ഇഫ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ഓർ ഇൻ ദ ക്യാഷ് ബുക്ക് ഇഫ് പർച്ചേസ്ഡ് ഓൺ ക്യാഷ്. എന്താണ്? അതായത് നമ്മൾ ക്യാഷിനാണ് വാങ്ങുന്നതെങ്കിൽ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്യാഷ് ബുക്കിൽ എൻ്റർ ചെയ്താൽ മതി. പക്ഷേ പർച്ചേസ് ഓഫ് ഓഫീസ് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ അതെന്തായിട്ടാണ് അസ്യൂം ചെയ്യുന്നത്? ഒരു ക്രെഡിറ്റ് പർച്ചേസ് ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. അത് ശരിക്കും എൻ്റർ ചെയ്യേണ്ടത് എവിടെയാണ്? ജേണൽ പ്രോപ്പറിലാണ്. ഇനി അത് ജേണൽ ലെഡ്ജർ എന്ന് എഴുതിയാലും കുഴപ്പമില്ല, പ്രശ്നം വരത്തില്ല. പക്ഷേ ജേണൽ പ്രോപ്പറാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓൺ അക്കൗണ്ട് ഈസ് ആൻ അക്കൗണ്ടിംഗ് ടേം ദാറ്റ് ഡിനോട്ട്സ് ദ ഫർണിച്ചർ ഓർ അസറ്റ് സർവീസ് പ്രൊവൈഡ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ്. ക്രെഡിറ്റിൽ പർച്ചേസ് ചെയ്തു എന്നുള്ളൊരു അസംഷനിലാണ് നമ്മൾ എടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദ വൺ വിച്ച് ഈസ് ഷോൺ ഇൻ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ക്യാഷ് ബുക്ക്. എന്താണ്? വൺ വിച്ച് ഈസ് ഷോൺ ഇൻ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത്. ട്രേഡ് ഡിസ്കൗണ്ട് റിസീവ്ഡും എവിടെയെങ്കിലും ബുക്കിൽ എടുക്കാറുണ്ടോ? ട്രേഡ് ഡിസ്കൗണ്ട് അലൗഡും ട്രേഡ് ഡിസ്കൗണ്ട് റിസീവ്ഡ് എടുക്കാറുണ്ടോ? ഇല്ല. ദെൻ ക്യാഷ് ഡിസ്കൗണ്ട് അലൗഡും ക്യാഷ് ഡിസ്കൗണ്ട് റിസീവ്ഡും നമ്മൾ എടുക്കാറുണ്ട്. ദെൻ അത് ഡെബിറ്റ് സൈഡിൽ എടുക്കുന്ന ഏത് ഐറ്റമാണ്? ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്നത് ക്യാഷ് ഡിസ്കൗണ്ട് അലൗഡ് ആണ് അല്ലേ? ക്യാഷ് ഡിസ്കൗണ്ട് അലൗഡ്. ക്യാഷ് ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണെങ്കിൽ അതെവിടെ വരും? ക്രെഡിറ്റ് സൈഡിൽ വരും. ഇനി നമുക്ക് ജസ്റ്റ് ഈ ഒരു ഡിഫറൻസ് ഒന്ന് നോക്കാവേ. ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ടും നമ്മളെ ഡിഫറൻസ്. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഓർത്ത് നോക്കുക, ഇറ്റ്സ് ഗിവൺ ബൈ ദ സെല്ലർ ടു ദ ബയർ വെൻ ഈസ് ബൈയിങ് ഗുഡ്സ് ആസ് പെർ ഡിസ്കൗണ്ട് പോളിസി. അതായത് സെല്ലർ ബയർക്ക് ഡിസ്കൗണ്ട് പോളിസി പ്രകാരം, അതായത് ഈ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോഴും ഓർത്ത് വെച്ചോണം, അത് നമ്മളിങ്ങനെ സാധാരണ നോർമലായിട്ടൊരു കസ്റ്റമർക്ക് കൊടുക്കുന്നതല്ല, അങ്ങനെ അലൗ ചെയ്യുന്ന ഡിസ്കൗണ്ട് അല്ല. ബൾക്ക് ക്വാണ്ടിറ്റിയിലേക്ക് എടുക്കുന്നവർക്ക് ആ പറഞ്ഞിരിക്കുന്ന പ്രൈസിൽ കുറച്ച് കൊടുക്കുന്ന ഒരിതാണ് ശരിക്കും ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഗിവൺ ബൈ ദ സെല്ലർ ടു ദ ബയർ വെൻ ഹി ഈസ് മേക്കിംഗ് പർച്ചേസ് ട്രാൻസാക്ഷൻ. എന്താണ് ഇത്? നമ്മളൊരു ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു 10 രൂപ ഒരു പെൻ മേടിച്ചു, അപ്പോൾ 1 രൂപ കുറച്ച് കൊടുത്തു, അതൊക്കെയാണ് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ദിസ് ഈസ് നോൺ ആസ് ഫോർ ഹാൻഡ് ബട്ട് ഡിസൈർഡ് മോർ ഓൺ അഡ്ഹോക്ക് ബേസിസ്. എന്താണ് ഇവിടെ ശരിക്കും ഈ ഒരു അത്രയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണേണ്ട ആവശ്യമില്ല, ഇത്രയേ ഉള്ളൂ. അതായത് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. നമ്മളൊരു ഗുഡ്സ് നമ്മൾ ഡിസ്കൗണ്ട് പോളിസി പ്രകാരം, അതായത് നമ്മൾ ഇവിടെ ഒരു ഇത്ര രൂപ കുറച്ച് കൊടുക്കുക എന്നുള്ളതല്ല, ബിസിനസ്സിൻ്റെ ഒരു ഡിസ്കൗണ്ട് പോളിസി ഉണ്ട്. അതായത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഹോൾസെയിൽ ട്രേഡുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക, അതാണ് ട്രേഡ് എന്ന് പറയുന്നത്. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ കസ്റ്റമർക്ക് കൊടുക്കുന്നതാണ്. അവിടെ ഒരു പൈസ കുറച്ച് കൊടുക്കുന്ന ഒരു ട്രാൻസാക്ഷൻ, ആ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളൊരു പേയ്മെൻറ്റ് കുറച്ച് കൊടുക്കുന്നതാണ് ശരിക്കും ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. എൻ്റെ എയിം എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ ലൈക്ക് എ വർ റീറ്റെയിൻ ബിസിനസ് ഇൻസെൻറ്റീവിങ് ദ ബയർ ടു ബൈ പ്രൊഡക്റ്റ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി ആൻഡ് ബിക്കം റിപ്പീറ്റ് കസ്റ്റമർ. നമ്മുടെ തുടർച്ചയായിട്ട് വരുന്ന ലാർജ് ക്വാണ്ടിറ്റി എടുക്കുന്ന റിപ്പീറ്റ് ആയിട്ടുള്ള കസ്റ്റമറിനെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു ഡിസ്കൗണ്ട് പോളിസി അദ്ദേഹത്തിന് അലോ ചെയ്യുന്നുണ്ട്.
then it's more like negotiation tactic and incentives the buyer to make upfront payment. എന്നാണ് ഇത് പ്രധാനമായിട്ടും നമ്മൾ ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുന്ന എന്തിനു വേണ്ടിയാണ് കൂടുതലും ഇമ്മീഡിയറ്റ് ആയിട്ട് പേയ്മെൻറ്റ് നടത്താനായിട്ട്. ഇത് നമ്മൾ പറയല്ലേ ഇപ്പോൾ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞ് ഇത്ര രൂപ കുറച്ച് തരാം എന്നൊക്കെ പറയല്ലേ, ആ രീതിയിലാണ് ക്യാഷ് ഡിസ്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഇനി സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു നോക്കിയേ, ഗിവൺ ബൈ ദ സെല്ലർ ആസ് എ റിഡക്ഷൻ ഇൻ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ്. ഇതാണ് പ്രൊഡക്റ്റിന് മാർക്കറ്റ് പ്രൈസിൽ കുറച്ച് കൊടുക്കുന്നു. ഇവിടെയാണെങ്കിലോ ഗിവൺ ബൈ സെല്ലർ ഓവർ ആൻഡ് എബോവ് ബിൽഡ് പ്രൈസ് ടു മേക്ക് ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ്. എന്താണ്, അതായത് 10 രൂപയ്ക്കുള്ള ബില്ലാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ നമ്മൾ അവസാനം നമ്മുടെ കസ്റ്റമേഴ്സിനെ പിടിച്ച് നിർത്താനായിട്ട് ഇപ്പോൾ നമ്മൾ 1000 രൂപയ്ക്ക് തുണി മേടിച്ചു, അപ്പോൾ 1000 രൂപയുടെ ബില്ല് കിട്ടി. അത് അവസാനം നമ്മൾ തുണിക്കടക്കാരൻ്റെ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ അയാൾ എന്ത് ചെയ്യും, ഒരു 100 രൂപ അങ്ങോട്ട് നമ്മളോട് ഭയങ്കര കാര്യമായിട്ട് കുറച്ച് തരും. ഇതൊക്കെയാണ് ശരിക്കും ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് പേയ്മെൻറ്റ് നടത്താനും നമ്മളെ ഒന്ന് സൂക്ഷിച്ച് നിർത്താനും ഒക്കെ ആയിട്ട് നടത്തുന്ന ക്യാഷ് ഡിസ്കൗണ്ട് പേയ്മെൻറ്റ്. അത്രയും ഓർത്താൽ മതി. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, മാർക്കറ്റ് പ്രൈസിലാണ് ശരിക്കും പ്രൊഡക്ഷൻ നടത്തുന്നത്. ഇത് എന്താണ്, അവർ പോയി സാധനം എടുക്കുമ്പം ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് കുറച്ച് കൊടുക്കുന്ന രീതിയാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ദെൻ ടൈമിംഗ്. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടഡ് വെൻ എ ബയർ ഇസ് ഇനിഷ്യേറ്റിംഗ് എ ബൈ ഓർഡർ. ട്രേഡ് ഡിസ്കൗണ്ട് എപ്പോഴാണ്, ഒരു ബയർ ഇനിഷ്യേറ്റ് ചെയ്യുമ്പോഴാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ക്യാഷ് ഡിസ്കൗണ്ട് വെൻ ദ ബയർ ഇനിഷ്യേറ്റ് പേയ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന സമയത്താണ് ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. ദെൻ അക്കൗണ്ടിങ് നോക്കുമ്പോഴത്തേന് ട്രേഡ് ഡിസ്കൗണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാറില്ല, റെക്കോർഡ് ചെയ്യാറില്ല. നോട്ട് റെക്കോർഡ് ആസ് ദ എമൗണ്ട് പേയബിൾ ആസ് കാൽക്കുലേറ്റ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ദ ഡിസ്കൗണ്ട് ഫ്രം ദ ഇൻവോയ്സ് ഇറ്റ്സെൽഫ് എന്നാണ്. അത് ആ ഇൻവോയ്സിൽ തന്നെ അത് കുറച്ച് എമൗണ്ട് ആണ് അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അല്ലാതെ അത് പ്രത്യേകിച്ച് ട്രേഡ് ഡിസ്കൗണ്ട് ഒന്നും കാണിക്കാറില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, ഈ ക്യാഷ് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, കാരണം അത് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒന്നല്ല, ഇത് നമ്മളുടെ കസ്റ്റമർക്ക് സ്ഥിരം നമ്മൾ കൊടുക്കുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ക്യാഷ് ബുക്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് ഡിസ്കൗണ്ട് വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എവിടെ റെക്കോർഡ് ചെയ്യും, ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കണം. അത് ക്യാഷിൻ്റെ ആ ഒരു പേയ്മെൻറ്റ് പോലെ നമ്മൾ എന്ത് ചെയ്യും, അത് കാണിക്കും. Then next, for the following states of assertion and reasoning indicate the most appropriate answer. Assertion: compensatory errors are generally not revealed by a trial balance. Reasoning: such errors affect only the asset and liability and not expense and income. ഒന്നാമത്തേത് ഓർത്ത് വെക്കാം. കോമ്പൻസേറ്ററി എറർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നു. ഒരു മിസ്റ്റേക്ക് വരുത്തി, പക്ഷേ അതിന് പറ്റിയ ഇപ്പോൾ ഡെബിറ്റ് സൈഡിൽ നമ്മളൊരു മിസ്റ്റേക്ക് വരുത്തി, അതേപോലെ തന്നെ ഒരു മിസ്റ്റേക്ക്, അതേ എമൗണ്ടിൻ്റെ മറ്റൊരു മിസ്റ്റേക്ക് ക്രെഡിറ്റ് സൈഡിലും വന്നു. അപ്പോൾ ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്, കോമ്പൻസേറ്ററി എറേഴ്സ് ആർ ജനറലി നോട്ട് റിവീൽഡ് ബൈ ട്രയൽ ബാലൻസ്. അപ്പോൾ എന്ത് ചെയ്യത്തില്ല, ട്രയൽ ബാലൻസിന് ഒരിക്കലും ആ കോമ്പൻസേറ്ററി എറർ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞിരിക്കുന്ന എറർ കണ്ടുപിടിച്ചിട്ടില്ല. റീസൺ എന്താ പറഞ്ഞേക്കുന്നത്, സച്ച് എറേഴ്സ് അഫക്റ്റ് ഓൺലി ദ അസറ്റ് ആൻഡ് ലൈബിലിറ്റി ആൻഡ് നോട്ട് എക്സ്പെൻസ് ആൻഡ് ഇൻകം. അതാണോ റീസൺ? അല്ല, അങ്ങനെ റീസൺ അല്ല ഇവിടെ വരുന്നത്. എന്താണ് അതിനുള്ള റീസൺ എന്ന് പറയുന്നത്, അതെന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന ട്രാൻസാക്ഷൻസിൽ വന്നിരിക്കുന്ന ഈ കോമ്പൻസേറ്ററി എറർ എന്ന് പറയുന്നത് ഒന്നൊന്നിനെ നള്ളിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് ശരിക്കുള്ള കാരണം എന്ന് പറയുന്നത്. അല്ലാതെ ഇത് അസറ്റിനെ മാത്രമോ ലൈബിലിറ്റിയെ മാത്രമോ അഫക്റ്റ് ചെയ്യും അങ്ങനെയല്ല. അപ്പോൾ 1 is true and 2 is false. നെക്സ്റ്റ് വൺ, ഇഫ് ഗ്രോസ് പ്രോഫിറ്റ് എമൗണ്ട് ടു ₹45,000. ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്? 45,000. ദെൻ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ 20%. വാട്ട് വിൽ ബി ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്? ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു ഇക്വേഷൻ നമ്മുടെ ഫ്രണ്ടിൽ എപ്പോഴും വേണം. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അങ്ങനെയാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് 20 ആണ്. നമ്മൾ എന്ത് ചെയ്തു, സെയിൽസിന് ഇവിടെ വീണ്ടും 100 ആയിട്ട് എടുത്തു. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 80 ആണ്. ഇവിടെ നമുക്കറിയാവുന്ന എമൗണ്ട് ഏതാ? നമ്മളുടെ ഗ്രോസ് പ്രോഫിറ്റ് തന്നെയാണ് അല്ലേ. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 45,000 ആണ്. അപ്പം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. നേരെ ചെയ്താൽ മതി. എത്രയാണ്? 45,000 എന്ന് പറഞ്ഞ ഗ്രോസ് പ്രോഫിറ്റിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്താൽ മതി? 8ലേക്ക് മാറ്റിയാൽ മതി. ഇൻറ്റു 80 ഡിവൈഡ് ബൈ 100 1,80,000. കിട്ടിയോ? Then next one, if the rate of gross profit is 20% on the cost of goods sold and the sales rupees 1,50,000, then the total gross profit would be, എന്താ പറഞ്ഞേക്കുന്നത്, ഗ്രോസ് പ്രോഫിറ്റ് 20% കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ആൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡിൻ്റെ 25% ഗ്രോസ് പ്രോഫിറ്റ്. ഒന്നോർത്തോണം, കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡിൻ്റെ 20% ഗ്രോസ് പ്രോഫിറ്റ്. സെയിൽസ് 1,50,000 ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്.
ഇവിടെ നമുക്കും അതേ ഇക്വേഷൻ നമ്മൾ പഠിച്ച ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെയിൽസിൽ നിന്ന് നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതായത് ഒരു പെന്നിന് 10 രൂപയാണെങ്കിൽ ആ 10 രൂപയ്ക്ക് ഇതിനകത്ത് പ്രോഫിറ്റ് എത്രയുണ്ട്, കോസ്റ്റ് എത്രയെന്ന് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10 രൂപയുടെ പെന്നിൻ്റെ അകത്ത് നമ്മളുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അത് വിൽക്കാനായിട്ട് വന്നിരിക്കുന്ന ചിലവെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് ഉണ്ടാക്കി വിൽക്കാൻ വന്നിരിക്കുന്ന ചിലവെന്ന് പറയുന്നത് 8 രൂപയാണെങ്കിൽ 10ൽ നിന്ന് -8 2 രൂപയാണ് ഗ്രോസ് പ്രോഫിറ്റ്. ഇത് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 20% തന്നിട്ടുണ്ട്. ഏതിൻ്റെ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ. സെയിൽസും തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ദെൻ ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്താ? ഇവിടെ നമുക്ക് സെയിൽസിനെ 100 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെ 100 ആയിട്ട് എടുത്തു. ദെൻ അപ്പോൾ സെയിൽസ് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള? ഏതാ? സെയിൽസ് അല്ലേ? ടോട്ടൽ ഗ്രോസ് പ്രോഫിറ്റ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, നോക്കിയോ. അപ്പം നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ 100 ആയിട്ട് എടുത്തു. സെയിൽസ് അങ്ങനെയാണെങ്കിൽ എത്ര വരും? 120 വരും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ അസംഷൻ എങ്ങനെ എടുത്തേക്കുന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 100 ആയിട്ട് എടുത്തു. അപ്പോൾ സെയിൽസ് എത്രയാണ്? സെയിൽസ് എന്ന് പറയുന്നത് ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും പ്രോഫിറ്റും കൂടെ കൂടുന്നതാണ് എന്ത്? നമ്മളുടെ സെയിൽസ് എന്ന് പറയുന്നത്. അപ്പം 100 പ്ലസ് ഗ്രോസ് പ്രോഫിറ്റ് 20 കൂടെ വരുമ്പോൾ 120 ആണ് എന്ത്? നമ്മളുടെ സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ 120 ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 120യുടെ 100 കണ്ടുപിടിച്ചാൽ പോരെ? അതായത് സെയിൽസ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് 1,50,000 ആണ്. അതിനെന്ത് ചെയ്താൽ മതി? അതിൻ്റെ നമുക്ക് 100% കിട്ടിക്കഴിഞ്ഞാൽ, 120ൽ 100 കിട്ടിക്കഴിഞ്ഞാൽ എത്രയായി? അതിൻ്റെ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡായി 1,25,000. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഗ്രോസ് പ്രോഫിറ്റും കാൽക്കുലേറ്റ് ചെയ്യാം. ഈ പറയുന്ന 1,25,000ൻ്റെ 20%, ഇല്ലെങ്കിൽ ഡയറക്റ്റ് അവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇവിടെ നമുക്ക് ആ ഒരു ഓർഡറിലേക്ക് പറഞ്ഞപ്പോൾ വന്നതേ ഉള്ളൂ. അതായത് 1,25,000 ഇൻറ്റു 20%, അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ 20% 25,000 നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാം. ദ നെക്സ്റ്റ് വൺ, ഇഫ് ദ റേറ്റ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഓൺ ദ സെയിൽ ഈസ് 20% on 20% and the cost of goods sold is 1 lakh, then the amount of gross profit will be equal to എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ഓൺ സെയിൽസിന്മേൽ, അതായത് സെയിൽസിൻ്റെ 20% ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദ എമൗണ്ട് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്? എത്ര വരും? ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് വരുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് എപ്പോഴും എങ്ങനെയായിരിക്കും? ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. അപ്പോൾ നമുക്ക് ഇത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എന്താണ്? സെയിൽസിനെ നമ്മളിവിടെ 100 ആയിട്ട് എടുക്കുന്നു. ദെൻ പ്രോഫിറ്റ് 20 ആയിട്ട് എടുക്കുന്നു. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അപ്പോൾ മിച്ചം വരുന്നത് 80 അല്ലേ? 100ൽ നിന്ന് 20 കുറച്ചാൽ 80 ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 20% എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ സെയിൽസിൻ്റെ 20%, സെയിൽസിൻ്റെ 20%. അങ്ങനെയാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് തന്നിരിക്കുന്നത് എമൗണ്ട് എന്താണ്? സെയിൽസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 1 lakh ആണ് സെയിൽസ് തന്നേക്കുന്നത്. അപ്പോൾ സെയിൽസിൻ്റെ എത്ര എടുത്താൽ മതി? 20/80. അതായത് 100 ആണ് 1 lakh എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് എത്ര എടുത്താൽ മതി? നമുക്ക് അതിൻ്റെ 80ൽ 20% എടുത്താൽ മതി. കാരണം ബാക്കി 80 എന്ന് പറയുന്നത് ഏതാണ്? ഈ പറഞ്ഞിരിക്കുന്ന കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും 20 എന്ന് പറയുന്നത് ഏതാണ്? അതിൻ്റെ അകത്ത് നമ്മളുടെ പ്രോഫിറ്റുമാണ്. അപ്പോൾ 25,000 ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. Then next one, formation expense of a company is otherwise known as. എന്തായിരുന്നു ഫോർമേഷൻ എക്സ്പെൻസ് എന്ന് പറയുന്നത്? അതിനെ നമ്മൾ എന്ത് വിളിക്കും? പ്രിലിമിനറി എക്സ്പെൻസ്. അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അല്ലേ? നമ്മുടെ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വന്നിരിക്കുന്ന ആ ഹ്യൂജ് എക്സ്പെൻസ് ആണ് പ്രിലിമിനറി എക്സ്പെൻസ്. അതൊരു ഫിക്റ്റീഷ്യസ് അസറ്റ് ആണെന്ന് ഓർത്തോണം. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് 1, എ ട്രയൽ ബാലൻസ് എഗ്രിമെൻറ്റ് ഇൻഡിക്കേറ്റ് അരിത്തമെറ്റിക്കൽ ആക്യുറസി ഇൻ അക്കൗണ്ടിങ്. Agreement in trial balance is due to the recording of both the debit and credit aspect of each and every transaction. ഇതാണ് ട്രയൽ ബാലൻസ് എഗ്രിമെൻറ്റ്. എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നമ്മൾ ട്രയൽ ബാലൻസ് പഠിച്ചപ്പോൾ പറഞ്ഞതാണ് അക്കൗണ്ടിങ്ങിൽ അരിത്തമെറ്റിക്കൽ ആക്യുറസി, അതായത് ഈ പോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ലെഡ്ജറിൽ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ ബാലൻസും എടുത്തിട്ട് അത് ഡെബിറ്റ് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യാനുള്ള ക്രെഡിറ്റ് ചെയ്യും. എന്നിട്ട് നോക്കും ആ ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് ഈക്വൽ ആണോ ചെക്ക് ചെയ്യും. അങ്ങനെ അരിത്തമെറ്റിക്കൽ ആക്യുറസി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത് എന്താ പറഞ്ഞേക്കുന്നത്? എഗ്രിമെൻറ്റ് ഇൻ ട്രയൽ ബാലൻസ് ഇസ് ഡ്യൂ ടു ദ റെക്കോർഡിംഗ് ഓഫ് ബോത്ത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട് ഓഫ് ഈച്ച് ആൻഡ് എവരി. ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഇങ്ങനൊരു ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആകുന്നത്. അല്ലെങ്കിൽ ഒരെണ്ണം മാത്രം റെക്കോർഡ് ചെയ്യുന്നത് അത് ഈക്വൽ ആവത്തില്ലല്ലോ. അപ്പം രണ്ടും ട്രൂ ആണ്. ദെൻ അസ്യൂമിങ് നോ റിട്ടേൺ ഔട്ട്വേർഡ് ഓൺ ക്യാരേജ് ഇൻവേർഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് എന്താണ്? അതായത് നമുക്ക് കിട്ടേണ്ട ഏതാണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. പ്രത്യേകിച്ച് റിട്ടേൺ ഔട്ട്വേർഡ്സോ ക്യാരേജ് ഇൻവേർഡ്സോ ഒന്നുമില്ലെങ്കിൽ അവിടെ എന്താണ്? ജസ്റ്റ് സെയിൽസിൽ നിന്നും ഗ്രോസ് പ്രോഫിറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ വേറെ ഏത് ഇക്വേഷൻ ചെയ്യാം. ദെൻ അടുത്തത് ജസ്റ്റ് വീണ്ടും നമ്മൾ കുറച്ചുകൂടി ഒന്നുകൂടി ഇക്വേഷൻസ് ഒന്ന് കാണുവാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്
കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പല രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്ന്, ഓപ്പണിംഗ് സ്റ്റോക്കിനോട് കൂടെ പർച്ചേസ് ആഡ് ചെയ്തിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ചാൽ മതി. 2, നമുക്ക് തന്നിരിക്കുന്ന ഐറ്റം ഏതൊക്കെ കിടപ്പുണ്ടെന്ന് നോക്കണം, എന്നിട്ട് വേണം നമ്മൾ അതിനെ ബേസ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. ദെൻ ഓപ്പണിംഗ് സ്റ്റോക്ക് കിടപ്പുണ്ട്, പർച്ചേസ് ഉണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും, അതായത് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും ഓർക്കുക. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കിനോട് ഒരു പർച്ചേസ് ആഡ് ചെയ്ത് ഡയറക്റ്റ് എക്സ്പെൻസും ആഡ് ചെയ്തു, എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി, ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ചാൽ മതി. ദെൻ അടുത്തത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനായിട്ട് ഓപ്പണിംഗ് സ്റ്റോക്കിനോട് കൂടെ കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് ന്യൂ ഗുഡ്സ്, അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ചാലും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് തന്നിരിക്കുന്നത് അതിനെ ബേസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ വളരെ സിമ്പിളാണ്. അത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ഓർക്കുക, അതിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, ഡയറക്റ്റ് എക്സ്പെൻസസ്, അതിൽ നിന്ന് നമ്മുടെ ക്രെഡിറ്റ് സൈഡിൽ കിടക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ദെൻ അടുത്തത് ഗ്രോസ് പ്രോഫിറ്റ്. നമ്മൾ ഓൾറെഡി ഒരേ പ്രാവശ്യം പറഞ്ഞു, സെയിൽസ് അല്ലെങ്കിൽ നെറ്റ് റവന്യൂവിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചാൽ മതി. ഇനി നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിലോ, നെറ്റ് പ്രോഫിറ്റ് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഗ്രോസ് പ്രോഫിറ്റിനോട് കൂടി ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻകം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നെറ്റ് പ്രോഫിറ്റും കിട്ടും. ഓക്കെ, ഈ ഗ്രോസ് പ്രോഫിറ്റ് ഈസ് 6500, ക്യാരേജ് ഔട്ട്വേർഡ് എന്ന് പറയുന്നത് 200, ക്യാരേജ് ഇൻവേർഡ് 300, റെൻറ്റ് റിസീവ്ഡ് 500, അതർ എക്സ്പെൻസസ് 3000. അപ്പോൾ ഇതിനകത്ത് നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഗ്രോസ് പ്രോഫിറ്റ് 6500, ഇൻഡയറക്റ്റ് ഇൻകം എല്ലാം ആഡ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇൻഡയറക്റ്റ് ഇൻകം ഏതാ ഉള്ളത്, ക്യാരേജ് ഔട്ട്വേർഡ് അല്ല, ക്യാരേജ് ഇൻവേർഡ് അല്ല, റെൻറ്റ് റിസീവ്ഡ് ഉണ്ട്, 500 ആഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, ക്യാരേജ് ഇൻവേർഡ് എന്ന് പറയുന്ന ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അതിന് എടുക്കേണ്ട. ക്യാരേജ് ഔട്ട്വേർഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അതർ എക്സ്പെൻസ് 3000 ഉണ്ട്, അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ 3800. നെക്സ്റ്റ് statement, a balance sheet is a statement of financial performance of a business. A balance sheet shows the financial position of the firm. ഏതാണ് ഇതിനകത്ത് കറക്റ്റ്, ഫിനാൻഷ്യൽ പെർഫോമൻസ് ആണോ ബാലൻസ് ഷീറ്റ് കാണിക്കുന്നത്? അല്ല, ബാലൻസ് ഷീറ്റ് കാണിക്കുന്നത് ഫിനാൻഷ്യൽ പൊസിഷനാണ്. 1 is false and 2 is true. Then under the diminishing balancing method, depreciation is calculated on. ഏതിനെ ബേസ് ചെയ്തിട്ടാണ്, ഡിമിനിഷിംഗ് ബാലൻസിങ് മെത്തേഡിൽ നമ്മൾ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിനെ ബേസ് ചെയ്തിട്ടാണ്. സ്ക്രാപ്പ് വാല്യൂ എവിടെയാണ്, SLMലാണ് നമ്മൾ സ്ക്രാപ്പ് വാല്യൂ യൂസ് ചെയ്യുന്നത്. Then which of the following statement is true? Financial statements are only interim report. ആണോ, ഇടക്കാല റിപ്പോർട്ടാണോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്? നമ്മൾ ഇടയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നതാണോ? അല്ല. Then financial statements are also known as annual records. ഓക്കെ, അത് നമുക്ക് പറയാം. 1 is false and 2 is true. If the rate of gross profit is 25% of sales and cost of goods sold is 10,000 and gross profit, നമ്മൾ ഓൾറെഡി ഒന്ന് കണ്ടായിരുന്നു അല്ലേ, ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. എന്താണ്, സെയിൽസിൻ്റെ 25% ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, സെയിൽസിനെ 100 ആയിട്ട് എടുക്കുന്നു, 24%. അപ്പോൾ അതിൻ്റെ 24% നമുക്ക് എത്രയായിട്ട് എടുക്കാം, നമ്മളുടെ കോസ്റ്റ് ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ട് എടുക്കാം. ദെൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞ് 10,000 ആയിട്ട് എടുക്കാം. എന്ത് ചെയ്താൽ മതി, നമുക്ക് അതിൻ്റെ 80% എടുത്താൽ മതി. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് നമുക്ക് ആൻസർ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർത്ത് വെച്ചോണം, സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. അപ്പോൾ എത്ര വരും, അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. 3333 രൂപ. ദെൻ അടുത്തത്, സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. ഏതാണ് ഇതിനകത്ത് ട്രൂ ഓർ ഫോൾസ്? Salary paid in advance is not an expense because it's neither reduce asset nor increase liability. Then അടുത്തത്, premium paid for the policy for the life policy of the proprietor is debited to the profit and loss account. ഇങ്ങനെ സിമ്പിളാണല്ലേ. സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ്, നോട്ട് ആൻ എക്സ്പെൻസ്. നമ്മൾ ഓൾറെഡി കണ്ടു അല്ലേ, അത് ശരിക്കും അക്രൽ ബേസിൽ എടുക്കുമ്പോൾ അതൊരു അസറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, അതൊരു കറണ്ട് അസറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, അതൊരു എക്സ്പെൻസ് ആയിട്ടല്ല. കാരണം എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ നമ്മുടെ അസറ്റിൻ്റെ അകത്ത് ഇത് കുറയ്ക്കുകയോ അല്ലെങ്കിൽ ലൈബിലിറ്റി കൂട്ടുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. ഇതിനകത്ത് ഒരു രീതിയിലുള്ള പേയ്മെൻറ്റോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് എന്നല്ല, ഇത് നമുക്കൊരു അസറ്റിനെ കുറയ്ക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ലൈബിലിറ്റിയിൽ കുറവ് വരുവോ കൂടുകയോ ചെയ്തിട്ടില്ല. ഇത് നമ്മൾ എന്താണ്, ഇത് നമ്മൾ അസറ്റ് സൈഡിൽ ഇതിനെ കാണിക്കുന്നുണ്ട്. ദെൻ അടുത്തത്, പ്രീമിയം പെയ്ഡ് ഫോർ ദ ലൈഫ് പോളിസി ഓഫ് ദ പ്രൊപ്പറൈറ്റർ ഇസ് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്നാണ് അയാൾ, അതായത് ഒരു നമ്മളുടെ ബിസിനസ്സിൻ്റെ ഓണർക്ക് അല്ലെങ്കിൽ പ്രൊപ്പറൈറ്റർക്ക് അദ്ദേഹത്തിൻ്റെ ലൈഫ് പോളിസിക്ക്, ബിസിനസ്സിൻ്റെ അല്ല ലൈഫ് പോളിസിക്ക് കൊടുത്തിരിക്കുന്ന എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യോ ഇല്ല, അതൊരു പേഴ്സണൽ എക്സ്പെൻസ് ആണ്, അത് ഇതിനകത്ത് വരത്തില്ല. 1 is true and 2 is false. Then state whether the following statement are true or false. ഇതിനകത്ത് ട്രൂ ഓർ ഫോൾസ് ആയിട്ടുള്ള ഏതാണ്? ട്രയൽ ബാലൻസ് ക്യാൻ ബി പ്രിപ്പേർഡ് അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം ഓൾസോ. പറ്റുമോ? ഇല്ല. ഇവിടെ ഡെബിറ്റും ക്രെഡിറ്റും ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ മാത്രമേ ചെയ്തുള്ളൂ. ട്രയൽ ബാലൻസിനകത്ത് ഡെബിറ്റും ക്രെഡിറ്റും കിട്ടണം. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഇത് രണ്ടും കൂടെ എടുക്കുന്നില്ല, അതിന് ഡ്യുവൽ ആസ്പെക്ട്സിനെ കൺസിഡർ ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പറ്റത്തില്ല. Then in an income statement, excess of revenue over expense is known as deficit. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ എക്സസ് ഓഫ് റവന്യൂ എന്താണ്, എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസസ് ഈസ് നോൺ ആസ് ഡെഫിസിറ്റ് ആണോ?
ആണോ? ഒരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അതിൽ എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ അത് ഡെഫിസിറ്റ് ആണോ? അല്ല, തെറ്റാണ് അല്ലേ? രണ്ടും തെറ്റാണ്. അപ്പോൾ ഇത്രയാണ് നമുക്കിതിൽ നിന്നും പഠിക്കേണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയും ഏരിയകളാണ് നമുക്കിതിൽ പ്രധാനമായിട്ട് കാണേണ്ടത്. ഇനി നമുക്കൊരു സിംഗിൾ എൻട്രി സിസ്റ്റം, ദെൻ അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റൻസ് വരുന്നൊരു ഏരിയയാണ്. അപ്പോൾ ആ ഒരു 2 ഏരിയയും കൂടെ കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഇതിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റൻസ് ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.